പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 40 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയെ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഞാൻ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ, ലോകം മുഴുവനും ഉണർന്നിരിക്കുന്ന സമയത്ത് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ മക്കള്, ഇന്ന് കടന്നു പോകുന്ന ഓരോ വഴികൾ, ഓരോ ഉദ്യമങ്ങൾ, ഓരോ ജീവിത ലക്ഷ്യങ്ങൾ, അമ്മേ പരിശുദ്ധമേ, ദേവമാതാവേ, കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ സാന്നിധ്യം, സഞ്ചാരി മാതാവേ, സമയത്തിൻ്റെ അധികാരി, ഈ മക്കളുടെ പോകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരീക്ഷയ്ക്ക് പോകുന്നവരെ എല്ലാ കുഞ്ഞുങ്ങളെയും ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരീക്ഷയ്ക്ക് പോകുന്ന, ഇന്ന് പരീക്ഷ എഴുതുന്ന എല്ലാ മക്കളെയും അവർ പഠിച്ചിരിക്കുന്ന മനസ്സിൽ ഓർത്തിരിക്കുന്ന പരീക്ഷയെ പ്രതിഫലിപ്പിക്കുവാനും, പരീക്ഷ എഴുതുന്ന എല്ലാ മക്കളെയും, പരീക്ഷയ്ക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കളെയും കർത്താവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു. നിങ്ങളുടെ കഴിവിൻ്റെ അപ്പുറം ദൈവത്തിൻ്റെ കൃപ പ്രവർത്തിച്ചുകൊണ്ട് ഉന്നതമായ വിജയം കൈവരിക്കാൻ കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. കർത്താവെ, ജോലിയില്ലാത്തവർ, സാമ്പത്തിക കടങ്ങളിൽപ്പെട്ടിരിക്കുന്നവർ, കലഹങ്ങളുള്ളവർ, കുടുംബത്തിൽ പലതരത്തിലുള്ള വഴക്കുകളും അസമാധാനം നിലനിൽക്കുന്നവർ,
രോഗികൾ, പീഡിതര്, ആശുപത്രിയിൽ നിന്ന് ഇതുവരെ പോരാത്തവരെ, ഓപ്പറേഷൻ നിശ്ചയിച്ചിരിക്കുന്നവർ, ടെസ്റ്റിന് കൊടുത്തിരിക്കുന്നവർ, കർത്താവ് കൾച്ചറിന് കൊടുത്തിരിക്കുന്നവർ, ബയോപ്സി കൊടുത്തിരിക്കുന്നവർ, കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ദൈവത്തിലെ ഞാൻ മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ യേശുക്രിസ്തു നിന്നെ ആശീർവദിക്കുന്നു. നിൻ്റെ ജോലികൾ, വീടുകൾ, വിൽക്കാത്ത സ്ഥലങ്ങൾ, നഷ്ടപ്പെട്ട ജോലികൾ, ക്യാൻസലായ വിസകൾ എല്ലാം ഈശോ ഏറ്റെടുക്കുകയും നിൻ്റെ കുടുംബം നിലനിർത്തുകയും ചെയ്യട്ടെ. മക്കളില്ലാത്തവരെ ആസ്വദിക്കുന്നു, വിവാഹം ഒത്തുവരാത്തവരെ ആസ്വദിക്കുന്നു. റബ്ബറിൽ നിന്നും, കേര കർഷകരിൽ നിന്നും, മത്സ്യത്തൊഴിലാളികളിൽ നിന്നും, തൊഴിൽ നഷ്ടപ്പെട്ടവരെയും വരുമാനം കുറഞ്ഞു പോയവരെയും കർത്താവിൻ്റെ നാമത്തെ ആശീർവദിക്കുന്നു. എൻ്റെ കർത്താവിനുമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയാൽ ഞാൻ നിന്നെ ആശീർവദിക്കുന്നു. നമ്മൾ ഈ ദിവസം കാണാൻ പോകുന്നത് വിശ്വാസത്തെ ബേസ് ചെയ്ത് കർത്താവിൻ്റെ കാലത്ത് കർത്താവിനോട് ചുറ്റിപ്പറ്റി നടന്നവർ ഉയർത്തിയ കുറേ ചോദ്യങ്ങളുണ്ട്. അതിലൊരു ചോദ്യമാണ്, ഇവൻ ആരാണ്? കാറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നല്ലോ. മാർക്കോസിന്റെ സുവിശേഷം 4:41. അവർ അത്യധികം ഭയന്ന് പരസ്പരം പറഞ്ഞു, ഇവൻ ആരാണ്? കാറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നല്ലോ. അപ്പൊ അതായത് ഈ യേശുവിലേക്കുള്ള വിശ്വാസ യാത്രയെന്ന് പറയണത് അപ്പോസ്തലന്മാരുടെ ആദ്യത്തെ ക്ലാസ്സുകളാണ് ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ ആരാണ് യേശു എന്നുള്ള ചോദ്യത്തിന് അപ്പോസ്തലന്മാർക്ക് കൊടുക്കുന്ന പ്രാഥമികമായ ക്ലാസ്സുകളാണിതെല്ലാം. അതുകൊണ്ട് അത് എന്താ ഈശോ പ്രാഥമിക ക്ലാസ്സാന്ന് പറയാൻ കാരണം എന്തറിയോ? നിർബന്ധിച്ചു എന്നൊരു വാക്കുണ്ട്. 6:45 വായിച്ചേ. താൻ ജനക്കൂട്ടത്തെ പിരിച്ചുവിടുമ്പോഴേക്കും വഞ്ചിയിൽ കയറി തനിക്ക് മുൻപേ മറുകരയിലുള്ള ബെത്സൈദയിലേക്ക് പോകാൻ അവൻ ശിഷ്യന്മാരെ നിർബന്ധിച്ചു. അപ്പൊ ഈ യാത്രയില് എന്നിട്ട് ഈശോ മലമുകളിലേക്ക് പ്രാർത്ഥിക്കാൻ പോകണാണ്. ഇക്കരയില് അപ്പോസ്തലന്മാരെ അക്കരയ്ക്ക് തള്ളിവിടും. എന്നിട്ട് ഒരു രാത്രി കടലിലേക്ക് തള്ളിവിടണ കാണാം. അത് കമാൻഡാണ്. യു മസ്റ്റ് ഗോ ബൈ നോ മീൻസ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ രാത്രി കടലിലേക്ക് അപ്പോസ്തലന്മാരെ തള്ളിവിട്ടേറ്റും ഈശോ അവിടെ കൂടെ കയറത്തില്ല. ഒരു മലമുകളിലേക്ക് പ്രാർത്ഥിക്കാൻ പോകും. 4 യാമമായി കഴിയുമ്പോഴാണ് കടലിൻ്റെ മീതെ ഭയങ്കര കൊടുങ്കാറ്റ്, കടൽക്ഷോഭം ഉണ്ടാകുമ്പോൾ കടലിൻ്റെ മീതെ വന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ കൊടുങ്കാറ്റും കടൽക്ഷോഭത്തിലേക്കും ഈശോ അവരെ തള്ളിവിട്ടെന്നല്ല എൻ്റെ അർത്ഥം, നിർബന്ധിച്ചു എന്നല്ല എൻ്റെ അർത്ഥം. അപ്പോഴ് അവർ അവരുടെ സംഘർഷ ഭൂമിയിൽ ദൈവത്തെ കണ്ടിട്ട് പോലും അവർ പറഞ്ഞ് ഭൂതമാണെന്ന് പറഞ്ഞ് പേടിച്ചിട്ട് പകച്ചു പോയി. അപ്പോൾ ഈ പകപ്പിലൂടെ ഈശോ വീണ്ടും അവർക്ക് വിശ്വാസ ക്രമീകരണം നടത്തും. എന്താ പറയണത്? ഭൂതമല്ല, ഞാനാണെന്ന് പറയും. ഞാനാണ്. അപ്പോഴും നമ്മൾ 6:41 പ്രശ്നം വരും. 6:41 എന്താണ്? ഇവൻ ആരാണ്? കാറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നല്ലോ. അപ്പോൾ ഇതെല്ലാം സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ഒരു വിശ്വാസ പരീക്ഷണങ്ങളാണ്. നമ്മുടെ തിയറി ആൻഡ് പ്രാക്ടിക്കൽ എന്ന് പറയല്ലേ. ഇവൻ ആരാണ് എന്നുള്ളതാണ് തിയറി. ഇവൻ ആരാണ്? ഞാൻ സൃഷ്ടികർത്താവായ ദൈവം തമ്പുരാനാണ് എന്ന്. അപ്പോൾ ഈശോ നൽകിയിട്ടുള്ള ആ സ്വയം പ്രകാശിതമായ ദൈവത്തിൻ്റെ വെളിപാടുകളിലെ പരീക്ഷണങ്ങളിലൂടെയും അതുപോലെ തന്നെ അനുഭവങ്ങളിലൂടെയൊക്കെ ഇവരെ ദൈവം പഠിപ്പിക്കുകയും. അപ്പം അനുഭവങ്ങൾ എപ്പോഴും പ്രധാനപ്പെട്ടതാണ്. ദൈവത്തെ മനസ്സിലാക്കാനും വിശ്വാസം വർദ്ധിക്കാനും അനുഭവങ്ങൾ പ്രധാനപ്പെട്ടതാണ്. ആദിമസഭയിലെ അനുഭവങ്ങൾ, ഇപ്പം കൃപാസനം ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് എന്തിനാണ്? അനുഭവങ്ങൾക്കല്ലേ. അനുഭവ സാക്ഷ്യം എന്നല്ല പറയേണ്ടത്. അതിൻ്റെ കാരണം അവൻ ഓരോരുത്തർക്കും ഓരോ കാലം നൽകിയെന്നില്ലേ. നടപടി പുസ്തകം 17:26. ഭൂമുഖം മുഴുവൻ വ്യാപിച്ചു വസിക്കാൻ വേണ്ടി അവിടുന്ന് ഒരുവനിൽ
ഒരുവനിൽ നിന്ന് എല്ലാ ജനപദങ്ങളെയും സൃഷ്ടിച്ചു. അവർക്ക് വിഭിന്ന കാലങ്ങളും വാസഭൂമികളും നിശ്ചയിച്ചു കൊടുത്തു. ഇത് അവർ ദൈവത്തെ അന്വേഷിക്കുന്നതിനും ഒരു പക്ഷേ അനുഭവത്തിലൂടെ അവിടുത്തെ കണ്ടെത്തുന്നതിനും വേണ്ടിയാണ്. എന്ത് വിഷയം മനസ്സിലായില്ലേ? അപ്പം അനുഭവം ഒരു പ്രശ്നമാണ്. ഈ ഇരുട്ട് കടലിലേക്ക് ഇവരെ തള്ളിയിടുന്നത്, നിർബന്ധിക്കുന്നത് ഒരു അനുഭവം ഉണ്ടാകാൻ വേണ്ടിയാണ് ക്രിസ്തുവിനെ. അപ്പം നമ്മളെപ്പോഴും ഓർത്തേക്കണം, നമ്മുടെ കടങ്ങളും അല്ലെങ്കിൽ മക്കൾ തോന്നിവാസങ്ങളിലൊക്കെ പോകുമ്പോഴും നമ്മളെ നിങ്ങൾ എന്തുണ്ടാക്കി ചില മക്കൾ മാതാപിതാക്കന്മാരില്ലേ, മക്കളെ പോറ്റാൻ കഴിയത്തില്ലെങ്കിൽ അവരെ സൃഷ്ടിക്കാതിരിക്കണം എന്നൊക്കെ പറഞ്ഞ് മക്കളെ ദൈവത്തെ മറന്നൊക്കെ സംസാരിക്കത്തില്ലേ? അപ്പം നിങ്ങളെ പ്രൈസ്തലോട് പറഞ്ഞാൽ മതി, അവരൊന്നും പറയരുത്, അവരെ ശപിക്കൊന്നും ചെയ്യരുത്, അവർക്കറിയില്ല. അത് നിങ്ങളെ ദൈവം നിർബന്ധിച്ച് ഇരുട്ട് കടലിലേക്ക് തള്ളിയിടുന്നതാണ്. കാരണം നിർബന്ധിച്ച വാക്ക് മറന്നു പോരുത്. മർക്കോസ് 6:45 താൻ ജനക്കൂട്ടത്തെ പിരിച്ചുവിടുമ്പോഴേക്കും വഞ്ചിയിൽ കയറി തനിക്ക് മുൻപേ മറുകരയിലുള്ള ബെത്സയിദയിലേക്ക് പോകാൻ അവർ ശിഷ്യന്മാരെ നിർബന്ധിച്ചു. അപ്പൊ ഇരുട്ടുകടലേക്ക് നിർബന്ധിച്ച് വിടുകയാണേ. എന്തിനാണ്? ഒരു അനുഭവം ഉണ്ടാകാൻ. എന്നിട്ട് ഇവര് അപ്പോസ്തലന്മാരെപ്പോലെ നമ്മള് 4:40 ചോദിച്ചില്ലേ, ഇവൻ ആരാണ്? ആറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നല്ലോ. അപ്പം നിന്റെ രോഗങ്ങളും നിന്റെ തള്ളിപ്പറച്ചുകളിലും മക്കൾ നിന്നെ ഓർഫണാക്കണതും നിന്റെ ജോലി ചില സമയത്ത് നഷ്ടപ്പെടുന്നതും നിന്റെ വിസ പ്രോസസ്സ് ആകാതിരിക്കുന്നതും നിന്റെ ഒത്ത കല്യാണം വിട്ടുപോരണതും എല്ലാം ദൈവവേദനെ നീ ക്രിസ്തുവിനെ അന്വേഷിക്കാനും അനുഭവത്തിലൂടെ കണ്ടെത്താനും വേണ്ടിയുള്ള ദൈവപരിപാലനയായിട്ടാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവസാനം ഈ വിഷയത്തിൽ സമാധാനം ഉണ്ടാവും, ദൈവത്തെ നമുക്ക് കിട്ടുകയും ചെയ്യും. അങ്ങനെ ജീവിതത്തെ സമീപിക്കാൻ നോക്കണം. അമ്മയ്ക്കും തിരുക്കുമാരനും കൊടാനുകൂടി നന്ദി. ഈ വിശുദ്ധ അൾത്താരയിൽ എൻ്റെ 3ാമത്തെ സാക്ഷിയാണ്. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 2023 മെയ് 13 എൻ്റെ ഉടമ്പടി നിയോഗങ്ങളിൽ വെച്ച എല്ലാ കാര്യങ്ങളും എനിക്ക് സാധിച്ചു കിട്ടി. എനിക്ക് കിട്ടാതിരുന്ന ഒരു കാര്യമായിരുന്നു എനിക്കിന്ന് സാധ്യമായിട്ട് ഞാൻ ഓടി വന്നത് സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ട്. 2023 ഞാൻ ഉടമ്പടി എടുക്കാൻ വേണ്ടി വരുമ്പം എൻ്റെ മോളുടെ അടുത്ത് നമുക്ക് കേൾക്കുമ്പോൾ തോന്നുന്ന നിസ്സാരാന്ന് ഒരു വിസിറ്റിംഗ് വിസയ്ക്ക് പോകാൻ വേണ്ടിയിട്ടായിരുന്നു, UK പോകാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ നിയോഗത്തിൽ വെച്ചിരുന്നു. എനിക്കത് 2 പ്രാവശ്യം റിജക്റ്റ് ആയപ്പം എനിക്ക് തോന്നി അത് കുഴപ്പമില്ല, എൻ്റെ 2ാമത്തെ മോൾ പ്രഗ്നൻ്റായി, അപ്പോൾ എൻ്റെ സാന്നിധ്യം ഇവിടെ വേണം, അതുകൊണ്ട് മാതാവ് മാറ്റി തന്നതാണെന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ ഇപ്പം 3ാമത് വിസയ്ക്ക് വെക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോഴാണ് മോള് പറയുന്നത് ഇനി ഒരിക്കലും അമ്മയ്ക്ക് വിസയ്ക്ക് കിട്ടില്ല. കാരണം എൻ്റെ പേര് 2ആയിട്ടാണ് കിടക്കുന്നത്. എന്നെ വീട്ടിൽ വിളിക്കുന്ന പേരാണ് ഷേർലിന്ന്. ആ പേരാണ് സ്കൂളിൽ ചേർക്കാൻ പോയപ്പം കുട്ടികളുടെ റിക്കാർഡിക്കൽ ഡേറ്റ് ഓഫ് ബർത്ത് അമ്മയുടെ സ്ഥാനത്ത് ഇട്ടേക്കുന്നത്. എൻ്റെ റിക്കാർഡിക്കൽ മൊത്തം അന്ന അഗസ്റ്റിൻ എന്നാണ് കിടക്കുന്നത്. അപ്പോൾ ഇനി അത് അവർ UK പോയി ഇനി ഒരിക്കലും അവരുടെ റിക്കാർഡ് തിരുത്താൻ പറ്റില്ല, എൻ്റെ റിക്കാർഡും തിരുത്താൻ പറ്റില്ല. അവർക്ക് PR കിട്ടിയതാണ്, ഇനി അവരുടെ റിക്കാർഡ് കൊടുക്കാൻ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ആ ഒരു സാഹചര്യം, അതുകൊണ്ടാണ് വിസ റിജക്റ്റ് ആയെന്ന് ഇപ്പോഴാണ് അവർ പറയുന്നത്. ആ കാരണം പറയുന്നത് ഇതുകൊണ്ടാണ് കാരണം എന്നുള്ളത്. അത് നമുക്കറിയത്തില്ലായിരുന്നു. ഇത്രയും നാളും ആ ഒരു കാര്യം നമ്മളെ മാതാവ് മറച്ചു വെപ്പിച്ചു. അങ്ങനെ ഡിസംബറിലാണ് ഈ കാര്യം എന്നോട് പറയുന്നത്. ഡിസംബറിൽ ഞാൻ എൻ്റെ ഉടമ്പടി പുതുക്കാൻ വേണ്ടി വന്ന സമയത്ത് ഞാൻ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ടു. എൻ്റെ പാസ്പോർട്ടും ഈ നിയോഗവും കൊടുത്ത് അച്ഛനെ കൈവച്ച് പ്രാർത്ഥിച്ചു. അച്ഛൻ മാതാവിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. എന്നിട്ട് അതിനുശേഷം അച്ഛൻ ഒരു 7 എന്ന ഗോൾഡൻ ലിപി കാണിക്കുന്നു എന്ന് അച്ഛൻ ഒരു ദിവസം പ്രാർത്ഥനയിൽ പറഞ്ഞിരുന്നു, ഡെയിലി ബ്രെഡിൽ പറഞ്ഞിരുന്നു. അപ്പം മുതൽ ഞാൻ മാതാവിനോട് പറയാൻ തുടങ്ങി, മാതാവേ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ആ 7 എന്നുള്ളത് ഒരു ഗോൾഡൻ ലിപിയായിട്ട് എനിക്ക് മാറ്റിത്തരണേ എന്ന് ഞാൻ പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. എന്താണെന്നോ എനിക്ക് മനസ്സിലായില്ല. അപ്പം ഞാൻ പിന്നീട് വിചാരിച്ചു മാർച്ച് 7-ാം തീയതി എൻ്റെ വിസയ്ക്ക് വെക്കാൻ പറ്റുമായിരിക്കും, അതായിരിക്കും എൻ്റെ ഗോൾഡൻ ലിപി എന്ന് ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷേ അന്നൊന്നും സാധിച്ചില്ല. പിന്നീട് എനിക്ക് വിസയ്ക്ക് വെക്കാൻ പറ്റിയത് ഈ മാർച്ച് 19-ാം തീയതി, ഈ കഴിഞ്ഞ ആഴ്ചയാണ് 19-ാം തീയതി വെക്കാൻ പറ്റിയത്. 18-ാം തീയതി വന്ന് ഞാനിവിടെ ഉടമ്പടി പുതുക്കിയിട്ട് ആ വഴിയാണ് ഞാൻ VSFസിലേക്ക് പോയത്.
അവിടെ ചെന്ന് ഞാൻ മാതാവിൻ്റെ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. അവിടെ ആരും ചവിട്ടാത്തടത്ത് ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. ഞാൻ മാതാവിനോട് പറഞ്ഞു, ഇത് കേട്ടപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, എനിക്കിനി ഒരു രക്ഷയില്ല. കാരണം എൻ്റെ മെറിറ്റെല്ലാം പോയി, ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം മക്കൾ പറഞ്ഞു, ഇനി ഇത് വെറുതെ വെക്കുന്നു, അത്രേ ഉള്ളൂ, പക്ഷേ കിട്ടൂല എന്ന് അവർക്കറിയാം. കാരണം ഇതാണ് അവസ്ഥ. അതുകൊണ്ട് ഒന്നാമത് UK ഗവൺമെൻറ് ഭയങ്കര നിയമങ്ങളാണ്. കാരണം ഒരു അമ്മേൻ്റെ പേര് മാറിക്കിടക്കുക എന്ന് പറയുമ്പം ഞാൻ അമ്മയല്ല എന്നാണ് അവരുടെ നിഗമനം. അപ്പോൾ ഇന്ത്യ ഗവൺമെൻറ്റിന് ഇങ്ങനെ ഒരു തെറ്റ് പറ്റുമോ, 1 and 7 സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ട് ഇന്ത്യ ഗവൺമെൻറ്റിന് ഇങ്ങനെ ഒരു തെറ്റ് പറ്റുമോ എന്നാണ് അവർ റിപ്ലൈ കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് ഇനിയൊന്നും ചെയ്യാൻ നിവൃത്തിയില്ല. അപ്പം പ്രാർത്ഥിക്കാം, വെറുതെ വെക്കാം. ഇനി അമ്മ ഒരിക്കലും പ്രതീക്ഷിക്കരുത് ഇനി ഇത് കിട്ടിയില്ലെങ്കിൽ ഇനി ഒരിക്കലും വരാൻ പറ്റൂല, ഞങ്ങളുടെ അടുത്തേക്ക് വരാൻ പറ്റൂല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മാതാവിനോട് അന്നേരം പറഞ്ഞു, മാതാവിന് എവിടെ വേണമെങ്കിലും പോകാൻ പറ്റും, സഞ്ചാരി മാതാവാണ്, നിയമങ്ങൾ മാറ്റി എഴുതാൻ പറ്റുന്ന ആളാണ്. എനിക്ക് ആഗ്രഹമുണ്ട് എൻ്റെ മോളുടെ അടുത്തൊന്ന് പോയി കാണണമെന്നും എല്ലാം ഒന്ന് കണ്ട് വരണം, അവിടെയുള്ളവരോടും മാതാവിനെക്കുറിച്ച് പറയണമെന്നും എനിക്ക് ആഗ്രഹമുണ്ട്. അതിന് വേണ്ടിയിട്ട് അമ്മയൊന്ന് ഒരുക്കി തരണം. ഞാൻ ഉടമ്പടി പുതുക്കാൻ വേണ്ടി ഈ മാർച്ച് 18-ാം തീയതി വന്നപ്പം 2 ഇംഗ്ലീഷ് കെട്ട് പത്രം വാങ്ങി. ഞാൻ എന്നിട്ട് മാതാവിനോട് പറഞ്ഞു, ഇതെനിക്ക് അമ്മേനെയും കൂട്ടി അവിടെ പ്രേക്ഷിത വേല ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്, ഇതിനു വേണ്ടി അമ്മ എന്നെ ഒരുക്കി തരണം എന്ന് ഞാൻ പറഞ്ഞിട്ടാണ് ഈ 2 കെട്ട് ഇംഗ്ലീഷ് പേപ്പർ വാങ്ങി ഞാൻ എൻ്റെ ബാഗിൽ ഭദ്രമാക്കി വെച്ചു. എന്നിട്ടാണ് ഞാൻ വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പോയത്. ഒരു മെറിറ്റും ഇല്ല. 4 ദിവസം കഴിഞ്ഞപ്പം 19-ാം തീയതി കഴിഞ്ഞ് 4 ദിവസം കഴിഞ്ഞപ്പം BSF-ൽ നിന്ന് മെയിൽ വന്നു, 8 ആഴ്ച പിടിക്കും ഇതിനൊരു റിപ്ലൈ കിട്ടാൻ എന്നാണ് പറഞ്ഞ് മെയിൽ വന്നത്. അപ്പോഴും മക്കൾ പറഞ്ഞു, മമ്മി ഒരു പ്രതീക്ഷയൊന്നും വേണ്ട, മാതാവ് അനുഗ്രഹിച്ചാൽ മാത്രമേ മമ്മയ്ക്ക് കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ അന്നേരം പറഞ്ഞു, മാതാവിനോട് പറഞ്ഞു, ഈ പേപ്പറെല്ലാം വിസയ്ക്ക് അപ്ലൈ ചെയ്തിട്ട് എൻ്റെ പാസ്പോർട്ടും എല്ലാ പേപ്പറും എടുത്ത് എൻ്റെ വീട്ടിലുള്ള മാതാവിൻ്റെ പുറകിൽ കൊണ്ടുവച്ച് ഞാൻ എന്നും പ്രാർത്ഥിക്കുന്ന മാതാവിൻ്റെ പുറകിൽ വെച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു, എനിക്ക് മാതാവ് വിസ തരുവാണെങ്കിൽ എനിക്ക് അടുത്ത വെള്ളിയാഴ്ചയ്ക്കുള്ളിൽ എനിക്ക് വിസ തരണം, അല്ലെങ്കിൽ എനിക്കിതുകൊണ്ട് ആവശ്യമില്ല, ഈ പാസ്പോർട്ട് കൊണ്ട് എനിക്ക് ആവശ്യമില്ല, അതുകൊണ്ട് എനിക്ക് മാതാവ് വിസ തരണം എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അതവിടെ വെച്ചു. ഇല്ലെങ്കിൽ എനിക്കിതുകൊണ്ട് ആവശ്യമില്ല, ഈ പാസ്പോർട്ടിൻ്റെ ആവശ്യം എനിക്കില്ല, മാതാവിന് പോയി ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഈ മിനിങ്ങാന്ന് വ്യാഴാഴ്ച രാത്രിയുണ്ട്, മോൻ വിളിച്ചേക്കുന്നു, മമ്മീൻ്റെ വിസ പാസ്സായിട്ടുണ്ട്, വിസ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ കണക്ക് കൂട്ടി നോക്കുമ്പോൾ ഗോൾഡൻ ലിപി എന്ന് പറഞ്ഞത് ഞാൻ മാതാവിനോട് ചോദിച്ചു, മാതാവേ എനിക്ക് ആ 7 എന്നൊരു ഗോൾഡൻ ലിപി അമ്മ ഒന്ന് സെറ്റാക്കി തരണമെന്ന് ഞാൻ എന്നും പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. 19-ാം തീയതി വിസയ്ക്ക് കുഴിച്ചു, 25-ാം തീയതി എനിക്ക് വിസ പാസ്സായി എന്നും വിസ അടിച്ചു വന്നു എന്നും പറഞ്ഞിട്ടുള്ള മെസ്സേജ് മെയിലാണ് എനിക്ക് വന്നത്. നോക്കുമ്പം ഈ കറക്റ്റ് 7 ദിവസം കൊണ്ടാണ് എനിക്ക് മെയിൽ വന്നേക്കുന്നത്, വിസ അടിച്ചു എന്നും പറഞ്ഞിട്ട്. മാതാവിനല്ലാതെ വേറെ ആർക്കും ഇതിനൊന്നും ചെയ്യാൻ പറ്റില്ല. ദൈവത്തിൻ്റെ അത്രയ്ക്കും ഇടപെടലില്ലെങ്കിൽ ഇതിനൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ എന്നിട്ട് പറഞ്ഞു, എനിക്ക് മാതാവിൻ്റെ അടുത്ത് പോയി സാക്ഷ്യം പറയണം, എനിക്ക് വേഗം ടിക്കറ്റ് നിങ്ങൾ എന്നാന്ന് വെച്ചാൽ എടുത്തോ, എന്നിട്ട് വേണം സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ ടിക്കറ്റ് നോക്കുമ്പം എനിക്ക് 2-ാം തീയതി അവർ ടിക്കറ്റ്, ഈ ഏപ്രിൽ 2-ാം തീയതിയാണ് ടിക്കറ്റ് എടുത്തേക്കുന്നത്. ഇന്നലെയാണ് ടിക്കറ്റ് എടുത്തു എന്ന് പറഞ്ഞ് 2-ാം തീയതിയിലേക്ക് ടിക്കറ്റ് എടുത്തു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അന്നേരം അവർ പറഞ്ഞു, മമ്മി വന്നിട്ട് സാക്ഷ്യം പറഞ്ഞാൽ പോരെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, പോരാ, എനിക്ക് മാതാവിൻ്റെ അടുത്ത് പോയി സാക്ഷ്യം പറഞ്ഞിട്ട് വേണം വരാൻ. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. ഇതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം. ഇനി എൻ്റെ 2ാമത്തെ സാക്ഷ്യം. എനിക്ക് 57 വയസ്സാണിപ്പം. ഇതുവരെ എനിക്ക് ഒരു 4 വീലർ ലൈസൻസ് എടുക്കാനോ അങ്ങനെ ഒരു ആഗ്രഹം പോലും ഉണ്ടായിരുന്നില്ല. എനിക്കൊരു വണ്ടി മാതാവ് തന്നു. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞു, മാതാവ് എനിക്കൊരു ലൈസൻസ് എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്, തരുമോ എന്ന് ഞാൻ ചോദിച്ചു. അങ്ങനെ കഴിഞ്ഞ 2025 മെയ്യിൽ ഞാൻ ലൈസൻസ് എടുക്കാൻ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തു. അങ്ങനെ ജൂൺ മുതൽ എനിക്ക് ലൈസൻസിന് പഠിക്കാൻ വേണ്ടിയിട്ട് എന്നെ വിളിച്ചു. അങ്ങനെ ജൂൺ മുതൽ പഠിക്കാൻ പോയി. എനിക്ക് പഠിക്കാൻ അങ്ങ് പറ്റുന്നില്ല. എത്ര പറഞ്ഞു തന്നിട്ടും ഇത്രയും അവർ പറയും ഏജിൻ്റെയാണ്, പ്രശ്നമില്ല, കുഴപ്പമില്ല എന്നൊക്കെ പറയും. പക്ഷെ നമുക്ക് പഠിക്കാൻ പറ്റുന്നേ ഇല്ല. എന്നാലും 1 മാസം പോയി. 1 മാസം കൊണ്ട് ഒരുവിധം ഏകദേശം സ്റ്റിയറിംഗ് ഒക്കെ ബാലൻസായി എന്നല്ലാണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. 1 മാസം കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് മോളുടെ അടുത്ത് കൊച്ചിനെ നോക്കാൻ വേണ്ടിയിട്ടൊരു ചെല്ലണമെന്ന് പറഞ്ഞ് മോളിങ്ങനെ വിളിച്ചു. പിന്നെ എനിക്ക് ഡേറ്റ് കിട്ടിയേക്കുന്നത് ഓഗസ്റ്റ് 14 ലൈസൻസ് ടെസ്റ്റിൻ്റെ ഡേറ്റ് കിട്ടിയേക്കുന്നത്. ഈ കൊച്ചിനെ നോക്കാൻ പോകണമെന്ന് പറഞ്ഞ് വിളിച്ച് പോയാൽ പിന്നെ എനിക്ക് പഠിക്കാൻ പോകാൻ പറ്റില്ല. എൻ്റെ ദിവസങ്ങൾ മൊത്തം പോകും. എൻ്റെ ലൈസൻസ് തൊട്ട് കിട്ടുമോ ഇല്ല, ഒരിക്കലും കിട്ടില്ല. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് എന്താ ചെയ്യുക, കൊച്ചിനെ നോക്കാൻ പോകണമെന്ന് പറയുന്നുണ്ട്, ഞാൻ എന്ത് ചെയ്യുക, എനിക്ക് പഠിക്കുകയും ചെയ്യണം, മാതാവാണ് ഇത് തന്നത്.
അപ്പോൾ ഈ ഡെയിലി ഇതൊക്കെ തന്നത് മാതാവാണെങ്കിൽ എനിക്ക് അതിനൊരു അവസരം റെഡിയാക്കി തരണം കേട്ടോ എന്ന് പറഞ്ഞ് പിറ്റേ ദിവസമുണ്ട് മോള് പറയുന്നു മോളുടെ ഹസ്ബൻഡ് ഹൈദരാബാദിലേക്ക് ഒരു മാസത്തേക്ക് പോകണമെന്ന് പറഞ്ഞ് അവരുടെ കമ്പനിയിൽ നിന്ന് ഹൈദരാബാദിലേക്ക് പോകുവാണ്. അതുകൊണ്ട് ഞാനും മോനും കൊച്ചും കൂടി ഇങ്ങോട്ട് വരികയാണ്, മമ്മീൻ്റെ അടുത്തേക്ക് വരുവാണ്. അങ്ങനെ മാതാവ് ആ ഒരു എൻ്റെ ഒരു സങ്കടത്തിന് എന്താ പറയുക പരിഹാരം ഉണ്ടാക്കി തന്ന് എനിക്ക് പഠിക്കാനുള്ള അവസരമാക്കി തന്നു. അത് കഴിഞ്ഞ് ഓഗസ്റ്റ് 14 ഞാൻ പറഞ്ഞു, മാതാവേ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ വണ്ടി ഓടിച്ചപ്പോൾ ഒരു ദിവസം റിവേഴ്സ് ഗിയർ ഇട്ട് ഓടിച്ചു. അത്രയും വഴക്കെന്നെ പറഞ്ഞിട്ടുണ്ട് വണ്ടി ഓടിച്ചിട്ട് ക്ലിയർ ആവാതെ. അങ്ങനെ 14 ആയപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് കൃപാസനത്തിൽ പേപ്പർ കിട്ടിയിട്ടില്ല, 10 ആയിട്ടും കിട്ടിയിട്ടില്ല. 11 എനിക്ക് പേപ്പർ കൊടുക്കാതെ ഒരു മാസം എനിക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല. 11 പറയുന്നത് പേപ്പർ വന്നു എന്ന്. ഓടിപ്പോയി ഞാൻ പേപ്പർ വാങ്ങി ഈ പേപ്പർ കെട്ടെടുത്ത് അവിടെ ലൈസൻസ് എടുക്കാൻ വന്ന എല്ലാവർക്കും ഞാൻ കൊടുത്തു. എന്നിട്ട് മാതാവിൻ്റെ ഉപ്പ് എടുത്തിട്ട് ഞാൻ വണ്ടീൻ്റെ 4 വീലിൽ ഇട്ടു, സ്റ്റിയറിങ്ങിൽ തൈലം തേച്ച് പ്രാർത്ഥിച്ചു, വിശ്വാസ പ്രമാണം ചൊല്ലി. എന്നിട്ട് ഞാൻ എച്ചെടുത്ത് എനിക്ക് എച്ച് കിട്ടി. അത് കഴിഞ്ഞ് പിന്നെ റോഡ് ടെസ്റ്റ് എടുത്തു. റോഡ് ടെസ്റ്റിനും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല, എൻ്റെ പരിശുദ്ധ അമ്മയാണ് എനിക്ക് ആദ്യത്തെ ഈ ടെസ്റ്റിൽ തന്നെ എന്നെ പാസ്സാക്കി. ഞാൻ പറഞ്ഞു മാതാവിൻ്റെ സ്വർഗാരോഹണ തിരുനാളിൻ്റെ ഒരു ഗിഫ്റ്റായിട്ട് എനിക്ക് ഈ ലൈസൻസ് തരണം അമ്മ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിരുന്നത്. അങ്ങനെ എനിക്ക് ഗിഫ്റ്റായിട്ട് മാതാവ് എനിക്ക് ആ ലൈസൻസ് എനിക്ക് തന്നു. അതുപോലെ തന്നെ ഒരിക്കലും എനിക്കൊരു വണ്ടി എടുക്കാൻ പറ്റും, ഒരിക്കലും പഴയ വണ്ടി എടുക്കാം എന്ന് പറഞ്ഞിട്ടായിരുന്നു ഹസ്ബൻഡ് ഇരുന്നത്. പുതിയ വണ്ടി എടുക്കാനുള്ളൊരു സാഹചര്യം ഞങ്ങളുടെ കുടുംബത്തിൽ ഇല്ലായിരുന്നു ആ ഒരു സമയത്ത്. ഒത്തിരി സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടിയിരിക്കുന്നതാണ്, എന്നാൽ കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ടെന്ന് അല്ലാതെ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പിള്ളേർ പറയുന്നത് ഞങ്ങളുടെ കയ്യിൽ ഒരു പൈസയില്ല. പിള്ളേർ പറയുന്നു ഒരു മമ്മി ഒരു വണ്ടി ഇച്ചിരി നല്ല വണ്ടി എടുക്കാം. അപ്പോഴും ഞാൻ പഴയ വണ്ടി എടുക്കാമെന്ന് ഹസ്ബൻഡ് പറയുമ്പോൾ ഞാൻ പറഞ്ഞു മാതാവിനോടാണ് ഞാൻ പറയുന്നത്, വേറെ ഹസ്ബൻഡിനോടൊന്നും ഞാൻ ഇതൊന്നും പറയുന്നില്ല. മാതാവിനോട് പറഞ്ഞു മാതാവേ വണ്ടി എടുക്കണമെന്ന് പറയുന്നുണ്ട്, പക്ഷേ എനിക്ക് പുതിയ വണ്ടി തരുവാണെങ്കിൽ മാത്രമേ അമ്മ തന്നതാണെന്ന് ഞാൻ പറയുള്ളൂ. എൻ്റെ ആഗ്രഹം പുതിയ വണ്ടി എടുക്കണം എന്നാണ്. കാരണം പഴയ വണ്ടി എടുത്തിട്ട് പല പ്രാവശ്യം എടുത്തിട്ടുണ്ട്, പിന്നെ അതിനിടയ്ക്ക് ഭയങ്കര പൈസ മുടക്കുക എന്നല്ലാണ്ട് ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. അതുകൊണ്ട് പുതിയ വണ്ടി എടുക്കുകയാണെങ്കിൽ മാത്രം എനിക്ക് തന്നാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ ആഗ്രഹിച്ച് ഇഷ്ടപ്പെട്ട ഒരു വണ്ടീൻ്റെ പേര് ഞാൻ മാതാവിനോട് പറഞ്ഞു, എനിക്ക് ഇന്ന വണ്ടി മാതാവ് തന്നതാണെങ്കിൽ എനിക്ക് ആ വണ്ടി തരണം എന്ന് പറഞ്ഞു. ഇവർ നോക്കിയപ്പം വേറൊരു വണ്ടിയാണ് വിചാരിച്ചിരുന്നത് അത് എടുക്കാമെന്ന്. അപ്പം ഞാൻ പറഞ്ഞു ആ വണ്ടിയാണോ മാതാവേ? അപ്പോഴും ഞാൻ മാതാവിനോടാണ് പറയുന്നത്, മാതാവ് തന്നതാന്ന് പറയണേ എനിക്ക് ഈ വണ്ടി വേണം എന്ന് പറഞ്ഞു. പിറ്റേ ദിവസമുണ്ട് ഈ വണ്ടി ഞാൻ ആഗ്രഹിച്ചുണ്ട് ഒരു വണ്ടി ഫേസ്ബുക്കിൽ ഇത് കണ്ടു, ഇവർ അതിലേക്ക് വിളിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഇതാണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട വണ്ടിയായിരുന്നു എന്ന് ഞാനിങ്ങനെ പിള്ളേരോട് പറഞ്ഞു. അപ്പോൾ അവർ വേഗം ആ വണ്ടിക്ക് വേഗം ഓർഡർ ചെയ്തു. ഒരിക്കലും പ്രതീക്ഷിക്കാതെ എന്താ പറയുക ചെറിയൊരു ഡൗൺ പേയ്മെൻറ്റിൽ EMI ആയിട്ട് ഞങ്ങൾക്കൊരു പുതിയ വണ്ടി എടുത്ത് മാതാവ് തന്നു. അതാണ് ആ വണ്ടി തന്നതാണ് എനിക്ക് ലൈസൻസ് പഠിക്കാനുള്ള ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാനുള്ളൊരു ആഗ്രഹവും വന്നത് ഇത്രയും കാലത്തിനിടയ്ക്ക്. അല്ലെങ്കിൽ ഒരിക്കലും നടക്കില്ല. പിന്നെ ഒത്തിരി കോടാനുകോടി അനുഗ്രഹങ്ങൾ എന്ത് ചോദിച്ചാലും എനിക്ക് പറയാൻ പറ്റാത്ത ആളില്ലാതെ ഇരിക്കുന്നത് കൊണ്ട് എനിക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഉടമ്പടിയിൽ വെച്ച് ഈ 9 പ്രാവശ്യം ഉടമ്പടിയിൽ വെച്ച എല്ലാ അനുഗ്രഹങ്ങളും എല്ലാം തന്നെ എനിക്ക് മാതാവ് സാധിച്ചു തന്നു. കാരണം എനിക്ക് മറ്റുള്ളവരുടെ കാര്യങ്ങളാണ് ഒത്തിരി വെക്കാനുള്ളത്. രോഗസൗഖ്യങ്ങളായാലും മറ്റുള്ളവരുടെ ഫ്രണ്ട്സിൻ്റെ മക്കളുടെ വിസേൻ്റെ കാര്യമായാലും ഒത്തിരി കാര്യങ്ങൾ എനിക്ക് മാതാവ് സാധിച്ചു തന്നു. എല്ലാം ഞാൻ അവർക്ക് വേണ്ടിയാണ് ഞാൻ അധികം ഉടമ്പടിയിൽ വെക്കുന്നത്. എനിക്ക് എന്നെ ഈ അധികം കാര്യങ്ങളൊന്നും ഞാൻ ഈ വിസേൻ്റെ കാര്യം പോലും ആദ്യം വെച്ചു എന്നല്ലാണ്ട് പിന്നെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല വിസയ്ക്ക് വേണ്ടിയിട്ട്. പിന്നെ ഇപ്പോൾ ഈ ഉടമ്പടി പുതുക്കാൻ വേണ്ടി വന്നപ്പോൾ മാത്രമാണ് വിസേൻ്റെ കാര്യം ഒന്നുകൂടി ഞാൻ ഓർമ്മിപ്പിച്ച് വെച്ചത്. അപ്പം നമ്മളൊരു കാര്യം മാതാവിനെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് കിട്ടുമെന്നുള്ളതിന് 100% ഉറപ്പാണ്, തെളിവാണ്. എൻ്റെ ഈ ജീവിതം കൊണ്ട് എനിക്ക് പറയാനുള്ളത് പരിശുദ്ധ അമ്മയുടെ എന്താ പറയുക സമയച്ചുരുക്കം എന്ന് പറയുന്നത് ഇതാണ്. 8 ആഴ്ച പിടിക്കും എന്ന് പറഞ്ഞ കാര്യം എനിക്ക് 8 ദിവസം കൊണ്ട് എൻ്റെ വീട്ടിൽ എനിക്ക് കിട്ടി എന്നുള്ളതാണ്. 12 ദിവസം കൊണ്ട് എനിക്ക് പോകാൻ പറ്റുന്നു എന്നുള്ളതാണ്. ഞാൻ ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഓടി വന്നത്. ഇന്നലെ രാത്രി തന്നെ ഞാൻ ബസ് ബുക്ക് ചെയ്ത് ഓടി വരിക ചെയ്തത്. ഇത് പറഞ്ഞിട്ട് വേണം എനിക്ക് വേഗം പോകാൻ വേണ്ടിയിട്ട്. പിള്ളേർ പറഞ്ഞു ഇത് വന്നിട്ട് പറയാൻ മതി എന്ന് പറഞ്ഞപ്പം ഞാൻ പറഞ്ഞു പറ്റില്ല, എനിക്ക് മാതാവിൻ്റെ അടുത്ത് പോയി നന്ദി പറഞ്ഞിട്ടേ വരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് തിരിച്ചു വന്നതാണ്. പരിശുദ്ധ അമ്മയും ഈശോയും എനിക്ക് തന്ന ഒത്തിരി അനുഗ്രഹങ്ങൾക്ക് ഞാൻ 1000 നന്ദി പറയുന്നു. പിന്നെ ഞാൻ പ്രേക്ഷിത വേലയായിട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്രം എല്ലാവർക്കും കൊടുക്കും. ഞങ്ങളുടെ കൂടെ ഒത്തിരി അക്രൈസ്തവരുണ്ട്, അവർക്ക് എല്ലാവർക്കും കൊടുക്കും പത്രം. ഒത്തിരി രോഗികളായിട്ടുള്ളവരുണ്ട്. എനിക്ക് പെട്ടെന്ന് പത്രം കൊടുത്ത് തീർക്കാൻ ഇഷ്ടമല്ല. വേഗം കൊടുത്ത് തീർക്കുമ്പോഴത്തേനും പിന്നെ എനിക്ക് പേടിയാണ്, ഒരു വിഷമമാണ്. കാരണം ഒരു മാസം അടുത്ത മാസം കഴിയണം അടുത്ത പത്രം കിട്ടണമെങ്കിൽ. അപ്പോൾ ഒരു 3-4 പത്രം ഞാൻ എൻ്റെ ബാഗിൽ വെച്ചേക്കും. ആരെങ്കിലും കാണുമ്പം വിഷമം പറയുന്നവർക്ക് ഞാൻ മാതാവിൻ്റെ അവസ്ഥ പറഞ്ഞിട്ട് മാതാവിൻ്റെ കാര്യം പറഞ്ഞിട്ട് എൻ്റെ അവസ്ഥ അവരോട് പറയും, എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ പറയും. എന്നിട്ട് ഞാൻ അവർക്ക് പത്രം കൊടുക്കും. അതിന് വേണ്ടിയിട്ട് 3-4 പത്രം ഞാൻ സൂക്ഷിച്ച് വെക്കും.
കൂടാതെ എനിക്ക് വിശേഷവിധിയായിട്ട് ഞാൻ ഈ വിസേൻ്റെ കാര്യം വന്നു കഴിഞ്ഞപ്പം എനിക്ക് വിശേഷവിധിയായിട്ട് എന്താ ചെയ്യാൻ പറ്റുന്ന മാതാവേ എന്ന് ഞാനിങ്ങനെ മാതാവിനോട് ഇങ്ങനെ പല പ്രാവശ്യം ചോദിച്ചിരുന്നു. അപ്പം ബൈബിൾ വായിച്ച സമയത്ത് എനിക്ക് മാതാവ് ഇങ്ങനെ മനസ്സിൽ തോന്നിച്ചു, നീ ബൈബിൾ വായിച്ചിട്ട് യൂട്യൂബിലിടുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എങ്ങനെ യൂട്യൂബിലിടാൻ? ഞാൻ ബൈബിൾ വായിച്ചിട്ട് യൂട്യൂബിലിടാൻ എനിക്ക് അറിയത്തില്ല, എങ്ങനെ എടുക്കണ്ടേ? മാതാവ് എനിക്ക് പറഞ്ഞു തന്നു, നീ ബൈബിൾ വായിച്ചിട്ട് യൂട്യൂബിടുക. ഹസ്ബൻഡിനോട് പറഞ്ഞു, യൂട്യൂബിൽ എനിക്കിതൊന്ന് ഡൗൺലോഡ് ചെയ്ത് തരുമോ എന്ന് ചോദിച്ചപ്പം ഫസ്റ്റിൽ ഒരു ദിവസം ചെയ്തു തന്നു, രണ്ടാമതും ചെയ്തു തന്നു. മൂന്നാമത്തെ ദിവസം എന്നോട് ഞാൻ പഠിക്കാൻ പറഞ്ഞു. ഞാൻ തന്നെ പഠിച്ചു. പിന്നെ എല്ലാ ദിവസവും മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം മുതൽ ഇപ്പം മർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം വരെ ഞാൻ ഇന്ന് രാവിലെ ഇവിടെ വന്നിട്ട് ഞാൻ ഇട്ടു. അത് ഓരോ ദിവസവും ഓരോ അധ്യായം ഞാൻ ഇടുന്നുണ്ട്. അന്നാസ് മീഡിയ എന്നൊരു പേരും കൊടുത്തിട്ടാണ് ഞാൻ അതിനകത്ത് ഇടുന്നത്. അപ്പം പിന്നെ അത് എല്ലാവർക്കും ഞാൻ അയച്ചു കൊടുക്കും. കാണാൻ പറ്റാത്തവർക്ക് വായിക്കാൻ വേണ്ടിയിട്ട്, കേൾക്കാൻ വേണ്ടിയിട്ട് അയച്ചു കൊടുക്കും. കൂടാതെ എനിക്ക് പ്രേക്ഷിത വേലയായിട്ട് ചെയ്യുന്ന രോഗികളെ ഞാൻ ഒരു ആശ്രമത്തിൽ പോകുമായിരുന്നു ആദ്യം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് എല്ലാവരും സാക്ഷ്യത്തിൽ പറയും രോഗികളെ കുളിപ്പിക്കാൻ അവസരം കിട്ടിയെന്നൊക്കെ. എനിക്ക് അതിനുള്ള അവസരം കിട്ടിയിട്ടില്ലായിരുന്നു. എനിക്ക് ഇതിന് സമയത്ത് ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ എനിക്കൊന്ന് രോഗികളെ കുളിപ്പിക്കാനുള്ളൊരു അവസരം തരുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഒരു ദിവസം ചെന്ന് കഴിഞ്ഞപ്പം വേറെ ആരും ഇല്ല, അപ്പോൾ സിസ്റ്ററും ഇല്ല. അപ്പോൾ എന്നോട് പറഞ്ഞു, ഇവരെ കുളിപ്പിക്കാവോ എന്ന് ചോദിച്ചു. എനിക്കത് വലിയ സ്വർഗം കിട്ടിയ പോലെ ആയിപ്പോയി. ഞാൻ അവരെല്ലാവരെയും കുളിപ്പിച്ച് അവരുടെ ഇട്ട വസ്ത്രങ്ങളെല്ലാം അലക്കി കൊടുത്ത് അതെല്ലാം കഴിഞ്ഞേച്ചാണ് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത്. അതുപോലെ തന്നെ എല്ലാവരുടെ അടുത്ത് രോഗികളായിട്ട് ആസ്പത്രിയിൽ മരുന്ന് വാങ്ങാൻ പോകാൻ പൈസ ഇല്ല എന്ന് പറയുന്നവരുടെ അടുത്ത് ഞാൻ ഓടിച്ചെല്ലും. എന്തെങ്കിലും എന്നെക്കൊണ്ട് കഴിയാൻ പറ്റുന്നത്, പ്രാർത്ഥന കൊണ്ടും പൈസ കൊണ്ടായിട്ടായാലും ചെറിയ ചെറിയ പൈസ ആയാലും എനിക്കില്ലെങ്കിൽ, എനിക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ മറ്റുള്ളവരോട് പറഞ്ഞിട്ട് ഞാൻ ചെയ്യിക്കും. അവർക്ക് ഇന്നത് കൊടുക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്യിക്കും. അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യുന്ന പ്രേക്ഷിത വേലകൾ ആയിട്ട് ചെയ്യുന്നത്. എൻ്റെ ഈശോയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. ഇനിയും ധാരാളം അനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. പ്രഭാഷകൻ്റെ പുസ്തകം 47-ാം അധ്യായം 6-ാം തിരുവചനം. 10,000ങ്ങളുടെ മേൽ വിജയം വരിച്ചവൻ എന്ന് ആർത്ത് വിളിച്ചുകൊണ്ട് അവർ അവനെ മഹത്വത്തിൻ്റെ കിരീടം അണിയിച്ചു. കർത്താവിൻ്റെ അനുഗ്രഹങ്ങളെ പ്രതി അവർ അവനെ സ്തുതിച്ചു. അന്ന എന്ന ഈ സഹോദരി അസാധ്യ കാര്യങ്ങളുടെ സാധ്യതയുമായി പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്കും നന്ദി പറയുവാനാണ് 3ാമത്തെ സാക്ഷ്യവുമായി അൾത്താരയിലേക്ക് കയറി വന്നിരിക്കുന്നത്. പരിശുദ്ധ അമ്മയോട് ആഗ്രഹത്തോടെ എന്തു തന്നെ ചോദിച്ചാലും ഈശോയിൽ നിന്ന് അത് പ്രാപിച്ചു തരും എന്ന് ഏറ്റുപറയാനാണ് ഒരു വലിയ വിശ്വാസ പ്രഖ്യാപനത്തോടെ അന്ന ഇവിടെ എത്തിയിരിക്കുന്നത്. മകളുടെ അടുത്തേക്ക് വിദേശത്തേക്ക് പോകാനായി വിസ ശരിയാക്കുമ്പോഴുള്ള പാസ്പോർട്ടിലെ പേരിൻ്റെ കറക്ഷന് വേണ്ടി പല പ്രാവശ്യം സമീപിച്ചിട്ടും പോകാൻ സാധ്യത ഇല്ല എന്ന് തീരുമാനം വന്നപ്പോഴാണ് ഇവിടെ വന്ന് പരിശുദ്ധ അമ്മയെ മധ്യസ്ഥം അപേക്ഷിച്ച് ഈ മകൾ പ്രാർത്ഥിക്കുകയും ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ 7 എന്ന ഗോൾഡൻ നമ്പർ സന്ദേശത്തിലൂടെ ലഭിക്കുകയും ചെയ്തപ്പോൾ ആ 7 വേണ്ടി കാത്തിരുന്ന് പരിശുദ്ധ അമ്മ പ്രോമിസ് ചെയ്ത എല്ലാം തന്നെ സാധിച്ചു തരുമെന്നുള്ള വലിയ ഉറപ്പിൽ, വിശ്വാസത്തിൽ ഈ മകൾ ഉടമ്പടി കൃത്യമായി പാലിക്കുകയും വലിയ വലിയ ആഗ്രഹങ്ങളോടെ ഈശോയെ സ്നേഹിക്കുകയും ചെയ്തതിൻ്റെ ഒരു വലിയ സാക്ഷ്യമാണ്. അതോടൊപ്പം തന്നെ പരിശുദ്ധ അമ്മയോട് എപ്പോഴും സംസാരിക്കുവാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് തൻ്റെ ജീവിത പ്രശ്നങ്ങളെയെല്ലാം സമയച്ചുരുക്കത്തിൻ്റെ അമ്മ ലഘൂകരിച്ചു കൊടുത്തതിൻ്റെ ഒരു വലിയ സാക്ഷ്യം കൂടി അമ്മ ഏറ്റുപറയുകയാണ്. അന്നയ്ക്ക് പറയാനുള്ളത്, ഞാൻ എന്തെല്ലാം കാര്യം ഉടമ്പടിയിൽ അല്ലാതെയും ഉടമ്പടി നിയോഗത്തിലല്ലാതെയും ഞാൻ പ്രാർത്ഥിച്ചോ, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചതെല്ലാം പരിശുദ്ധ അമ്മ ഈശോയിൽ നിന്ന് എനിക്ക് ലഭിച്ചിട്ടുണ്ട്. മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള രോഗസൗഖ്യം, മറ്റുള്ളവരുടെ കരുണ കാണിക്കുവാനും കാരുണ്യപ്രവൃത്തികൾ ചെയ്യുവാനും ഓരോ സമയത്തും കൃത്യമായി ആളുകളെ മനസ്സിലാക്കി പ്രേക്ഷിത പ്രവർത്തനത്തിലൂടെ പത്രങ്ങൾ എത്തിച്ചു കൊടുക്കുവാനും ഈശോയെക്കുറിച്ച് സംസാരിക്കുവാനും പരിശുദ്ധ അമ്മ നമ്മെ ഈശോയുടെ അടുത്തേക്ക് കൊണ്ടുവരുന്ന എല്ലാ കാര്യങ്ങളും ഈശോയെക്കുറിച്ച് സംസാരിക്കുവാനുള്ള ഒരു വലിയ അനുഭവമാണ്, ഒരു വലിയ കൃപയാണ് ഈ മകൾക്ക് ഉടമ്പടി പാലിക്കുമ്പോൾ ലഭിക്കുന്നത് എന്നാണ് ഈ മകൾക്ക് ഏറ്റുപറയാനുള്ളത്. അതുപോലെ തന്നെ വയസ്സ് എന്ന് പറയുന്നത് ഒരു വെറും നമ്പർ മാത്രമാണ് എന്ന് മകൾ ഏറ്റുപറയുകയാണ്. 57ാമത്തെ വയസ്സിലാണ് 4 വീലറിനുള്ള ലൈസൻസ് എടുക്കുവാനും വാഹനം ഓടിക്കുവാനുമുള്ള ഒരു ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ മകൾക്ക് ഉടമ്പടിയിലൂടെ ലൈസൻസ് ലഭിക്കുവാനുള്ള 4 വീലറിൻ്റെ ലൈസൻസ് ലഭിക്കുവാനുള്ള വലിയ അനുഗ്രഹമുണ്ടായി. അതുപോലെ തന്നെ ദൂരവും വയസ്സുമെല്ലാം ഒരു നമ്പർ മാത്രമാണെന്ന് ഇന്ന് ഈ മകൾ ഏറ്റുപറയുകയാണ്. പരിശുദ്ധ അമ്മ നമ്മെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഈശോയ്ക്ക് ആ ഒരു ഗ്രീൻ സിഗ്നൽ കൊടുത്താൽ നമുക്ക് വയസ്സൊരു പ്രശ്നമല്ല. ഈശോയെ സ്നേഹിക്കുവാൻ നമുക്ക് വയസ്സോ അല്ലെങ്കിൽ നമ്മുടെ പ്രാരാബ്ദങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ അസ്വസ്ഥതകളോ ഒന്നും തന്നെ ഒരു പ്രശ്നമല്ല. സ്നേഹത്താൽ തന്നെ വീട്ടപ്പെടുന്നു എന്ന് നമുക്ക് മനസ്സിലാകുന്നത് നമ്മുടെ ജീവിതത്തിലൂടെയാണ്. അതിന് ഉടമ്പടി നമ്മെ അനുഗ്രഹിക്കുന്നു, നമ്മെ ആശ്വസിപ്പിക്കുകയും നമ്മെ ഈശോയിലേക്ക് അടുപ്പിക്കുകയും ചെയ്യുന്നതെന്ന് അന്ന ഏറ്റുപറയുകയാണ്.
മകൾ പറയുകയുണ്ടായി, എനിക്ക് സ്വർഗാരോഹണ തിരുനാളിൽ തന്നെ എനിക്ക് ഒരു ഗിഫ്റ്റ് തരണം പരിശുദ്ധ അമ്മയുടെ. നമുക്ക് അങ്ങോട്ടൊരു ചോദ്യം ചോദിക്കാനുള്ളത്, ഞാൻ ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും എന്ത് ഗിഫ്റ്റാണ് കൊടുക്കുന്നത്? ഇത് റിട്ടേൺ ഗിഫ്റ്റിൻ്റെ കാലമാണ്. ഒരു ഗിഫ്റ്റ് നമുക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ 2 ഗിഫ്റ്റ് ഞാൻ ഈശോയ്ക്ക് കൊടുക്കുമോ എന്നുള്ള ഒരു ചോദ്യം കൂടി ബാക്കി നിൽക്കുന്നുണ്ട്. നമുക്കെപ്പോഴും ഒരു കടം വരാതെ, ഒരു കടബാധ്യതയില്ലാതെ നമുക്ക് സ്വർഗത്തിലേക്ക് എത്താനുള്ള ഒരു ചവിട്ടുപടി കൂടിയാണ് ഉടമ്പടി എന്ന് നമുക്ക് ഓർത്തെടുക്കാം. ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് അന്നയുടെ ഈ സാക്ഷ്യത്തിനെ നല്ലൊരു കയ്യടി നൽകി. പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെ എൻ്റെ കുടുംബത്തെ മാറ്റിയതിന് 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് പൗർണമി. ഞാൻ കൊല്ലം ജില്ലയിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായി കൃപാസനത്തെ പറ്റി അറിഞ്ഞത് എൻ്റെ അമ്മ വഴിയാണ്. ഞാൻ മാർച്ച് 2024 ജൂൺ 8-ാം തീയതിയാണ് ഞാൻ ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. എനിക്ക് അമ്മ മാതാവ് ഈശോപ്പെ നൽകിയ വലിയൊരു സാക്ഷ്യം പറയാനാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഞാൻ 2024 മാർച്ചിലാണ് +2 കഴിഞ്ഞിറങ്ങിയത്. അത് കഴിഞ്ഞ് എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ ഞാനിരിക്കെ മാതാവിനോട് ഈശോപ്പയോടും പ്രാർത്ഥിച്ച് ഞാൻ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടിയിട്ട് പോകാനായിട്ട് തീരുമാനിച്ചു. ഞാൻ ഏപ്രിലിൽ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ എറണാകുളത്താണ് പോയത്. ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചു. അത് അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് B1 വരെ ഞാൻ മാതാവിൻ്റെ ഈശോപ്പയുടെ അനുഗ്രഹത്താൽ ഞാൻ പാസ്സായി. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഉള്ളിൽ ആരോ ഇങ്ങനെ പറയുന്ന പോലെ, മാതാവ് ഈശോപ്പയും തന്നെയാണ് അങ്ങനെ പറഞ്ഞത്, നീ ഉദ്ദേശിച്ച കോഴ്സല്ല നീ അവിടെ പഠിക്കാൻ പോകുന്നത്, നീ അതുകൊണ്ട് ജർമ്മൻ ലാംഗ്വേജ് ഡ്രോപ്പ് ചെയ്യ്, നീ ഡിഗ്രി പഠിക്കാനാണ് പോകുന്നത്, അതിലേക്ക് നീ മാറ് എന്നുള്ളത് എന്നോട് പറഞ്ഞു. ഞാൻ അങ്ങനെ അവിടെ വെച്ച് ജർമ്മൻ ലാംഗ്വേജ് മാതാവിനോ ഈശോപ്പയുടെ അനുഗ്രഹത്താൽ ഞാൻ ഡ്രോപ്പ് ചെയ്തു. ഞാൻ അവിടുന്ന് നേരെ തിരിച്ച് വീട്ടിലേക്ക് വന്നു. ജാനുവരിയിൽ ഞാൻ വീട്ടിലെത്തി. അത് കഴിഞ്ഞ് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഇരിക്കെ ഞാൻ സോഷ്യൽ മീഡിയ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കൊരു ഏജൻസിയെ പറ്റി അറിയാൻ പറ്റി. ഞാൻ അങ്ങനെ ആ ഏജൻസിയിലേക്ക് എൻ്റെ ആപ്ലിക്കേഷൻ കൊടുക്കാമെന്ന് തീരുമാനിച്ചു. ഞാൻ അങ്ങനെ മാർച്ച് 10-ന് എൻ്റെ 2025 മാർച്ച് 10-ന് ഞാൻ എൻ്റെ ആപ്ലിക്കേഷൻ ആ ഏജൻസിയിലേക്ക് കൊടുത്തു. അങ്ങനെ കൊടുത്തു. അവിടെ പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴെല്ലാം ഞാൻ പ്രാർത്ഥനയിൽ തന്നെ ആയിരുന്നു. ഞാൻ ഉടമ്പടിയിൽ ഉഴപ്പിയിട്ടില്ലെന്ന് ഒരിക്കലും ഞാൻ പറയില്ല. പക്ഷേ ഞാൻ ഉഴപ്പിയിട്ടുണ്ടെങ്കിലും അവിടെ നിന്നെല്ലാം എന്നെ മാതാവിൻ്റെ ഈശോപ്പയുടെ മകളായിട്ട് തന്നെ തിരിച്ചു കൊണ്ടുവരികയായിരുന്നു. ഉടമ്പടിയിൽ ഉഴപ്പി പോകുമ്പോഴും തിരിച്ച് എന്നെ അവിടേക്ക് തന്നെ കൊണ്ടുവരികയായിരുന്നു. അത് കഴിഞ്ഞ് പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കെ മെയിൽ എനിക്ക് ഒരു ഓഫർ ലെറ്റർ വന്നു ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന്. ആ ഓഫർ ലെറ്റർ വന്നപ്പോൾ എനിക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്നാണ് എനിക്ക് ഓഫർ ലെറ്റർ വന്നത്. അതെന്തോ കാരണത്താൽ എനിക്ക് അവിടുന്ന് അത് റിജക്റ്റായി പോയി. ആ യൂണിവേഴ്സിറ്റിയിലേക്ക് എനിക്ക് ആപ്ലിക്കേഷൻ കൊടുത്തത് എനിക്ക് അപ്രൂവായി കിട്ടിയില്ല. പക്ഷേ ആ ടൈമിൽ തന്നെ വേറൊരു യൂണിവേഴ്സിറ്റിയിലേക്ക് എനിക്ക് മെയിൽ വന്നു. അതെൻ്റെ ഓഫർ ലെറ്റർ ആയിരുന്നു. ആ ഓഫർ ലെറ്റർ കിട്ടി. ഞാനത് മാതാവിൻ്റെ ഈശോപ്പേന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ ചോദിച്ചു. അടുത്ത നിമിഷം തന്നെ എനിക്ക് എൻ്റെ ഏജൻസിയിൽ നിന്ന് കോൾ വന്നിട്ട് പറഞ്ഞു, പൗർണമി, നമ്മൾ ഇത്ര വീക്കിനുള്ളിൽ 2 വീക്കിനുള്ളിൽ നമ്മൾ നമ്മുടെ ഡോക്യുമെൻറ്റ്സ് ഓസ്ട്രിയ യൂണിവേഴ്സിറ്റിയിലേക്ക് സബ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. മാതാവിനെ ഈശോപ്പയും കൂട്ടുപിടിച്ച് ഞാൻ എൻ്റെ ഡോക്യുമെൻറ്റ്സ് എല്ലാം എടുത്ത് ഞാൻ കൊറിയർ ചെയ്തു. വിത്തിൻ 1 വീക്കിനുള്ളിൽ എൻ്റെ ഡോക്യുമെൻറ്റ്സ് എല്ലാം അപ്രൂവായി തിരിച്ചു വന്നു. അത് കഴിഞ്ഞ് ഞാൻ അടുത്തതിലേക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോഴെല്ലാം ഞാൻ ഉടമ്പടിയിൽ തന്നെ ആയിരുന്നു. ഞാനും അമ്മയും പ്രാർത്ഥിക്കുമായിരുന്നു. പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും സായന പ്രാർത്ഥനയും ജപമാലയും എല്ലാം ഞാൻ ചൊല്ലുമായിരുന്നു. ഉപവാസം എടുക്കുമായിരുന്നു, ധ്യാനം കൂടുമായിരുന്നു, എല്ലാം ചെയ്യുമായിരുന്നു. അങ്ങനെ ഇരിക്കെ അത് കഴിഞ്ഞിട്ട് എനിക്ക് ഓഫർ ലെറ്റർ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഡോക്യുമെൻറ്റ് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് എനിക്ക് RP പെർമിറ്റിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യണമായിരുന്നു. ഡിസംബർ 30 അത് കഴിഞ്ഞ് അപ്ലൈ ചെയ്തു. ഡിസംബർ 30-നാണ് ചൊവ്വാഴ്ച എനിക്ക് RP അപ്പോയിൻമെൻറ്റിന് ഡൽഹിയിൽ അപ്പോയിൻമെൻറ്റ് കിട്ടി. ഞാൻ 29-ന് ഇവിടുന്ന് ഡൽഹിക്ക് പോയി. അവിടെ ചെന്നിട്ടും എനിക്കറിയില്ല അവിടെ ചെന്നിട്ട് എന്താണ്, ഞാൻ ഇതുവരെ ഞാൻ ഇതുവരെ പോയിട്ടില്ല, എനിക്ക് എന്താ അവിടെ ചെയ്യേണ്ടതെന്ന് ഒന്നും അറിയില്ലായിരുന്നു. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു, മാതാവ് ഈശോപ്പ എൻ്റെ കൂടെ ഉണ്ട് എന്നതിൻ്റെ അടയാളം എനിക്ക് കാണിച്ചു തരണമെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ അവിടെ കയറി. ഫോണൊന്നും അലോഡല്ല. ഞാൻ മാതാവിനെ ഈശോപ്പയും കൂട്ടുപിടിച്ച് ഞാൻ തൈലവും പൂശി ഉപ്പ് വായിൽ കഴിച്ചു. അത് കഴിഞ്ഞ് തൈലവും ഇതാക്കിയിട്ട് ഞാൻ കയറി കഴിഞ്ഞ് അവിടെ ചെന്നപ്പോൾ എനിക്കറിയില്ല അവിടെ എൻ്റെ പേപ്പർ മേടിക്കാനിരുന്നത് മാതാവാണ്. അതേപോലെ ഒരു അമ്മയായിരുന്നു. മാതാവിൻ്റെ അതേ കളർ ഡ്രസ്സിട്ട് അതേ രീതിയിലായിരുന്നു എന്നോട് അവർ പെരുമാറിയത്. എന്നോട് ഒരു രീതിയിലും ദേഷ്യപ്പെട്ടോ അല്ലെങ്കിൽ എന്നെ ഇതുവരെ അറിയാതെ ആ ഒരു രീതിയിലൊന്നുമല്ല പെരുമാറിയത്. മാതാവ് തന്നെയാണ് എന്നെ അവിടെ ഉണ്ടായിരുന്നത്. അതേപോലെ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്, അത് എനിക്ക് ഉറപ്പാണ്. എൻ്റെ കഴിവിനാൽ എനിക്കൊന്നും കിട്ടിയിട്ടില്ല. മാതാവിൻ്റെ ഈശോപ്പയുടെ കൃപയാൽ മാത്രമാണ് എനിക്ക് എല്ലാം തന്നിരിക്കുന്നത്. അത് കഴിഞ്ഞ് തിരിച്ച് ഞാൻ ജാനുവരി 4-ാം തീയതി വീട്ടിലേക്ക് വന്നു. ജാനുവരി 4-ാം തീയതി കഴിഞ്ഞ് 1 മന്ത് എടുക്കും നമ്മുടെ RP അപ്രൂവൽ വരാനായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ 1 മന്തായിട്ടും എൻ്റെ RP അപ്രൂവൽ വന്നില്ല. ഫെബ്രുവരിയിലും വന്നിട്ടില്ല, ഒന്നും ആയിട്ടില്ല. പക്ഷേ അതെല്ലാം മാതാവ് ഈശോപ്പയിൽ ഞാൻ കൂടുതൽ അടുക്കാൻ വേണ്ടിയിട്ട് മാതാവ് ഈശോപ്പയും എനിക്ക് തന്നതാണത്. ഞാൻ അതുവഴി ഞാൻ മാതാവ് ഈശോപ്പയിലും കൂടുതൽ അടുത്തു. എനിക്ക്
മാതാവ് ഈശോപ്പിലേക്ക് കൂടുതൽ അടുക്കാൻ പറ്റി. അങ്ങനെ ഇരിക്കെ മാർച്ച് 10-ാം തീയതി ജോസഫ് അച്ഛൻ്റെ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് അതുവരെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് അവിടെ പോയി ഉപ്പിട്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്നത് ഞാൻ എൻ്റെ ഡോക്യുമെൻറ്റ്സിലാണ് ഉപ്പിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. പ്രതീക്ഷീകരണ പ്രാർത്ഥനയിലും സായന പ്രാർത്ഥനയിലും അങ്ങനെ ഇരുന്ന സമയത്ത് ഞാൻ കരുതിയിരുന്നത് യൂണിവേഴ്സിറ്റിയാണ് എനിക്ക് RP അപ്രൂവൽ തരുന്നതെന്നാണ്. പക്ഷേ അതെല്ലാം ഞാൻ അങ്ങനെ തന്നെയാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് മാർച്ച് 10-ാം തീയതി ധ്യാനം കൂടിക്കൊണ്ടിരുന്ന സമയത്ത് എന്നെ ഏജൻസിയിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, പൗർണമി 1 വീക്കിനുള്ളിൽ RP അപ്രൂവൽ വന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് ഡ്രോപ്പ് ചെയ്യാനേ പറ്റൂ, നമുക്ക് ഇതിലൊന്നും ചെയ്യാനൊക്കത്തില്ല, പുതിയതായിട്ട് ഒന്നേന്നും പറഞ്ഞ് ഒന്നുകൂടെ അപ്ലൈ ചെയ്ത് പൈസയെല്ലാം അതേപോലെ മുടക്കി RPക്ക് അപ്രൂവലിന് വേണ്ടിയിട്ട് നമ്മൾ ഡൽഹിയിൽ പോയി. ഇതൊക്കെയായിരുന്നു അവർ അന്നേരം എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാൻ പറഞ്ഞു, ഇല്ല, മാതാവ് ഈശോപ്പയും തരും, 1 വീക്കിനുള്ളിൽ തന്നെ എനിക്ക് RP അപ്രൂവൽ കിട്ടും, ഉറപ്പാണ് എന്ന് ഞാൻ പറഞ്ഞു പ്രാർത്ഥിച്ചു. അങ്ങനെ ഇരിക്കുക അവരെന്നോട് പറഞ്ഞു, പൗർണമി യൂണിവേഴ്സിറ്റി അല്ല RP അപ്രൂവൽ തരുന്നത്, മജിസ്ട്രേറ്റ് ആണ് RP അപ്രൂവൽ തരുന്നതെന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ മജിസ്ട്രേറ്റിന് അവിടത്തേക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, ഉപ്പിട്ട് എൻ്റെ ഡോക്യുമെൻറ്റ്സിൽ എല്ലാം ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ജോസഫ് അച്ഛൻ്റെ ധ്യാനം കൂടിക്കൊണ്ടിരുന്ന സമയത്ത് ജോസഫ് അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ധ്യാനം തീരാറായ സമയത്ത് ജോസഫ് അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 1 വീക്കിനുള്ളിൽ അത്ഭുതം പ്രവർത്തിക്കും. അത് വിസയുടെ കാര്യവും പറഞ്ഞിട്ടാണ്, പഠിക്കുന്നതിനെ പറ്റിയിട്ട് വിദേശ പഠനത്തെ പറ്റി പറഞ്ഞിട്ടാണ് ജോസഫ് അച്ഛൻ പറഞ്ഞത് 1 വീക്കിനുള്ളിൽ അത്ഭുതം പ്രവർത്തിക്കും, അത്ഭുതം ഉണ്ടാവും എന്നുള്ളത് പറഞ്ഞത്. അപ്പോഴേ എനിക്ക് വിശ്വാസമായി മാതാവ് ഈശോപ്പ എനിക്ക് തരും. ഞാൻ കൈവിട്ടില്ല, ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എല്ലാ ദിവസവും പള്ളിയിൽ പോകാൻ തുടങ്ങി, കൊന്ത ചൊല്ലാറുണ്ട്, ബൈബിൾ വായിക്കാറുണ്ട്, സായന പ്രാർത്ഥനയും പ്രതീക്ഷണ പ്രാർത്ഥനയും ചൊല്ലാറുണ്ട്, ഉപവാസം എടുക്കാറുണ്ട്, എല്ലാം ഞാൻ അതേപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ മാർച്ച് 17-ാം തീയതി 1 വീക്ക് ആയ സമയത്ത് മാർച്ച് 17-ാം തീയതി രാവിലെ പ്രതീക്ഷീകരണ പ്രാർത്ഥന ചെല്ലുന്ന സമയത്ത് എൻ്റെ തിരിയിൽ 7 എന്ന് തെളിഞ്ഞു. 7 എന്നുള്ളൊരക്കം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കറിയില്ല 7 എന്താ വന്നേ എന്നുള്ളത് ആ സമയത്ത് എനിക്ക് മനസ്സിലായില്ല. പക്ഷേ മാർച്ച് 17-ാം തീയതിയാണ് 1 വീക്ക് ആവുക. പക്ഷേ അന്നേരവും എനിക്ക് RP അപ്രൂവൽ ഒന്നും വന്നിട്ടില്ല. പക്ഷേ അതെല്ലാം വെയിറ്റ് ചെയ്ത് ഞാൻ ഇരിക്കുന്ന സമയത്ത് അന്നും ഞാൻ പ്രാർത്ഥനയൊന്നും മുടക്കിയിട്ടില്ല. മാതാവ് ഈശോപ്പേ എനിക്ക് ഇന്നല്ലേ തരാമെന്ന് പറഞ്ഞ് ഞാൻ തന്നില്ലല്ലോ എന്നുള്ള രീതിയിലൊന്നും ഞാൻ പരാതി പറയാനോ ഒന്നും കൂട്ടാക്കിയില്ല. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു, പള്ളിയിൽ പോയി എന്നും ചെയ്യുന്ന കാര്യങ്ങൾ അതേപോലെ തന്നെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് മാർച്ച് 18-ാം തീയതി രാവിലെ പ്രതീക്ഷീകരണ പ്രാർത്ഥന ചെല്ലി. എൻ്റെ പ്രാർത്ഥനയെല്ലാം ഞാൻ കറക്റ്റായിട്ട് ചെല്ലി. അതിന് എനിക്ക് വേണ്ടിയിട്ട് എനിക്കും അമ്മയ്ക്കും ഒരു ലോണിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു വീട്ടിൽ പോകാനുണ്ടായിരുന്നു. അങ്ങനെ മാർച്ച് 18-ാം തീയതി ഞങ്ങൾ ബുധനാഴ്ച ഒരു വീട്ടിലേക്ക് പോയി അവിടെ ചെന്ന് ലോണിൻ്റെ ആവശ്യത്തിന് നിൽക്കുന്ന സമയത്ത് എനിക്കൊരു കോൾ വരുന്നു. അപ്പോൾ കോൾ വന്നതെന്ന് പറഞ്ഞാൽ അതിന് മുന്നേ അവരെന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പൗർണമി നമുക്ക് IELTS ഒന്നും കൂടെ നോക്കാം, IELTS നോക്കിയിട്ട് നമുക്ക് അത് ഒന്നും കൂടെ ചെയ്യാം. പക്ഷേ ഞാൻ ആ മെസ്സേജ് കണ്ടില്ല. മാതാവ് ഈശോപ്പയും തരുമെന്നുള്ള അവർ മുൻകൂട്ടി ഇത് വിചാരിച്ചു, പൗർണമിക്ക് ഇത് കിട്ടില്ല, ഇതൊരിക്കലും കിട്ടില്ല, കാര്യം കിട്ടാൻ ചാൻസ് കുറവാണ് എന്ന്, അവസാന നിമിഷത്തിൽ അതൊരിക്കലും കിട്ടില്ല എന്ന് അവരിതാക്കി. പക്ഷേ ഞാനൊരിക്കലും ഇതാക്കില്ലേ, ഞാനും എൻ്റെ അമ്മയെ ഉറച്ചു വിശ്വസിച്ചു മാതാവ് അത് തരുമെന്നുള്ളത്. അങ്ങനെ അതിന് വേണ്ടിയിട്ടാണ് അവർ മാർച്ച് 18-ന് എന്നെ വിളിക്കുന്നതെന്ന് വിചാരിച്ച് ഞാൻ ആദ്യം കോൾ എടുക്കാം. പക്ഷേ എങ്കിലും വിചാരിച്ചു കോൾ എടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ കോൾ എടുത്തതും അവരെന്നോട് പറഞ്ഞത്, പൗർണമി നിൻ്റെ RP അപ്രൂവൽ വന്നു കേട്ടോ, ഇപ്പോഴാണ് വന്നതെന്നാണ് പറഞ്ഞത്. എനിക്കത് ഭയങ്കര സന്തോഷമായി. ഞാൻ ആ വീട്ടിൽ ലോൺ എടുക്കാൻ പോയി ആ വീട്ടിൽ നിന്നതും അമ്മ വഴി ഉടമ്പടി എടുത്ത ആൻറ്റി ആയിരുന്നു. ഞാൻ അവിടെ ചെന്ന് ഉടമ്പടി മാതാവിനോട് മുത്തൂട്ടിയിരുന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഓടി അമ്മയെ അവിടെ നിർത്തിയിട്ട് വീട്ടിൽ പോയി ഞാൻ മാതാവിൻ്റെ മെഴുകുതിരി പ്രതീക്ഷണ പ്രാർത്ഥനയും സായന പ്രാർത്ഥനയും ചെല്ലി മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിച്ച് ഞാൻ മാതാവിനോട് ഈശോപ്പോടും പറഞ്ഞിട്ടാണ് RP അപ്രൂവൽ വന്നതെന്ന് ഞാൻ ആരോടും പറഞ്ഞു. എൻ്റെ അച്ഛനോട് പോലും ഞാൻ പറഞ്ഞത് RP അപ്രൂവൽ മാതാവിനോട് ഈശോപ്പോടും പറഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞത്. അതേപോലെ വലിയ അനുഗ്രഹം എന്നെ സഹായിച്ചു. അതേപോലെ മാർച്ച് 18-ന് കൊച്ചിയിലേക്ക് വിസ, അത് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് വിസയ്ക്ക് വെക്കാനാണ്. അപ്പോൾ വിസയ്ക്ക് വെക്കാൻ കൊച്ചിയിലേക്ക് സ്ലോട്ടില്ല, എനിക്കിനി കുറച്ച് ദിവസവും കൂടി ഉള്ളു. കാര്യം മാർച്ച് 10-ന് ജോസഫിൻ്റെ ധ്യാനം കൂടിക്കൊണ്ടിരുന്ന സമയത്ത് അന്നാണ് അറിഞ്ഞത് എനിക്കിനി മാർച്ച് 31-ന് ഡെഡ് ലൈനാണ്. അത് കഴിഞ്ഞ് ഞാൻ അങ്ങോട്ടേക്ക് ചെല്ലാൻ പറ്റില്ല. മാർച്ച് 31-ന് മുന്നേ ഞാൻ അവിടെ എത്തിയിരിക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് ഇത് അടുത്തത് നമുക്ക് പുതിയതായിട്ട് ഒന്നുകൂടെ അപ്ലൈ ചെയ്യണമെന്ന് അറിഞ്ഞത്. അതുകൊണ്ട് മാർച്ച് 18-ന് തന്നെ കൊച്ചിയിലേക്ക് വിസയ്ക്ക് വെക്കുന്ന ഇതില്ലായിരുന്നു. അതുകൊണ്ട് ബാംഗ്ലൂർക്കോ ചെന്നൈക്കോ പോകണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ ഞങ്ങൾ പോവാം, ഉറപ്പായിട്ടും പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ അന്നേരത്തേക്കുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്ത് അന്ന് ഞാൻ വിസയ്ക്ക് പോകാൻ ഒരുങ്ങി നിൽക്കുകയാണ്. പക്ഷേ അന്നേരവും വിസ അപ്പോയിൻമെൻറ്റ് ഞാൻ എടുത്തിട്ടില്ല. എനിക്ക് വിസ അപ്പോയിൻമെൻറ്റ് കിട്ടുന്നില്ല. ഉച്ചയ്ക്ക് നോക്കിയപ്പോൾ സ്ലോട്ട് അവൈലബിൾ അല്ല. എനിക്ക് അപ്പോയിൻമെൻറ്റ് എടുക്കാൻ പൈസയുടെ ഓപ്ഷൻ, പേയ്മെൻറ്റ് ചെയ്യുന്ന ഓപ്ഷൻ വരുമ്പോഴത്തേക്ക് അത് കട്ടായി പോവുകയാണ്, ചെയ്യാൻ പറ്റണില്ല. അപ്പോഴത്തേക്ക് ഞാൻ മാതാവിനെ ഈശോപ്പയും കൂട്ടുപിടിച്ച് ഞാനും അമ്മയും ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഞങ്ങൾ രാത്രിത്തേക്കുള്ളതിന് ബാംഗ്ലൂർക്ക് ചെല്ലാവുന്ന രീതിയിൽ ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഞങ്ങൾ ഇവിടുന്ന് ചെന്ന് പോകുന്ന വഴിക്ക് ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പോൾ രാത്രിയിലാണ് 10:15-നായിരുന്നു ട്രെയിൻ. ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നൊന്നും അറിയില്ല. കാര്യം ഞങ്ങളങ്ങനെ ഓരോരുത്തരും ദൂരേക്ക് രാത്രിയിലൊന്നും അങ്ങനെ പോയിട്ടില്ല. അങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ കയറി ജനറലാണ് കിട്ടിയത്. പക്ഷേ കിട്ടിയെങ്കിലും ഞങ്ങൾ ജനറലിൽ കയറാൻ ഞങ്ങൾ അമ്മ മാതാവ് ഈശോപ്പയും
ഇതാക്കിയില്ല. ഞങ്ങൾ സ്ലീപ്പറിൽ തന്നെ കയറി കൺവേർട്ട് ചെയ്യാം എന്നുള്ള രീതിയിൽ കയറി. പക്ഷേ കൺവേർട്ട് ചെയ്യാൻ TTR വന്നപ്പം പറ്റത്തില്ല. അത് ഉറപ്പിച്ച് പറഞ്ഞു ഒരിക്കലും കൺവേർട്ട് ചെയ്യാൻ പറ്റത്തില്ല, കാര്യം കൺവേർട്ട് ചെയ്യുന്ന ഒരു ഓപ്ഷനേ ഇല്ല, ഒന്നാമത് ആൾ കൂടുതലാണ്, അതുകൊണ്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ അടുത്ത സീറ്റിൽ നിന്ന് അടുത്ത സീറ്റിലേക്ക് പോയി. അവിടെയും വന്ന് TTR ഇങ്ങനെ തന്നെ പറഞ്ഞു. പക്ഷേ കുറച്ച് നേരം കഴിയുമ്പോൾ ഞങ്ങൾ വിചാരിച്ചു അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ തന്നെ കയറാം, മാതാവ് ഈശോപ്പ ഉണ്ടല്ലോ കൂടെ തന്നെ ഉണ്ടല്ലോ എന്ന് ഉള്ള രീതിയിൽ ഞങ്ങൾ ഉറപ്പിച്ച് നിന്നു. പക്ഷേ അവിടെ ഞങ്ങൾ അങ്ങനെ നിന്ന സമയത്ത് 3-4 പേരുണ്ടായിരുന്നു ജനറലിൽ ടിക്കറ്റ് എടുത്തിട്ട് സ്ലീപ്പറിൽ കയറിയ. പക്ഷേ ഇത്രയും പേര് നിന്നതിൽ എന്നെയും എൻ്റെ അമ്മയും മാത്രം ഒരു പോലീസുകാരൻ വന്ന് വിളിച്ചിട്ട് പറഞ്ഞു ഇവർക്ക് 2 പേർക്ക് സീറ്റ് കൊടുക്കണം, ആലുവ വരെയല്ലേ ഉള്ളൂ, അവർക്ക് 2 പേർക്ക് സീറ്റ് കൊടുക്കണം, അവരെ സ്ലീപ്പർ കമ്പാർട്ട്മെൻറ്റിലേക്ക് ആക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെയും മാതാവിൻ്റെ ഈശോപ്പയുടെയും വലിയൊരു അനുഗ്രഹം എനിക്കും എൻ്റെ അമ്മയ്ക്ക് ലഭിച്ചു. അങ്ങനെ ഞങ്ങൾ ആലുവ വരെ സ്ലീപ്പർ കമ്പാർട്ട്മെൻറ്റിലായിരുന്നു. നേരെ ചെന്ന് ഞങ്ങൾ ഇറങ്ങി, അവിടെ ബാംഗ്ലൂർക്ക് ഇറങ്ങി. അവിടുന്ന് വണ്ടിയിൽ 1 മണിക്കൂർ ഉണ്ടായിരുന്നു VFSC ബാംഗ്ലൂർക്ക് പോകാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ പൊക്കോണ്ടിരിക്കുന്ന സമയത്തും ആ ഏജൻസിയിൽ നിന്ന് മാഡം വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു പൗർണമി നമുക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയിട്ടില്ല, നമ്മൾ അപ്പോയിൻമെൻറ്റ് കിട്ടാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എന്നോട് മാഡം പറഞ്ഞതെന്ന് പറഞ്ഞാൽ പൗർണമി ഒന്ന് കയറി സംസാരിച്ച് നോക്കുമോ, അപ്പോൾ എന്താണെന്ന് ഉള്ളതിൻ്റെ കാര്യം പൗർണമിയുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞൊന്ന് സംസാരിച്ച് നോക്കുമോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പോഴും എനിക്കറിയില്ല, അങ്ങനെ സംസാരിച്ച് ഒരിക്കലും ശരിയാവില്ല, അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു അവരെന്താ പറയുന്നത് നോക്കാൻ. ഞങ്ങൾ നേരെ ചെന്ന് അവിടുത്തെ ബാംഗ്ലൂർ VFSC അവിടെ ഒരു മാളായിരുന്നു, ആ മാളിൻ്റെ ഫ്രണ്ടിൽ ഇറങ്ങി. അവിടെ നിൽക്കുന്ന സമയത്ത് എന്നോട് മാതാവ് ഈശോപ്പ തന്നെയാണ് ഇങ്ങനെ പറയുന്നു, നീ ഒന്നും കൂടെ അവരുടെ അടുത്ത് പറഞ്ഞു നോക്ക്, ഒന്നും കൂടെ അപ്പോയിൻമെൻറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഒന്നും കൂടെ പറഞ്ഞു നോക്ക് എന്ന് എന്നോട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ഒന്നുകൂടെ അവിടെ വിളിച്ചു, അവിടുത്തെ മെയിൻ സാറിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു സാറേ ഒന്നും കൂടെ ഒന്ന് അപ്പോയിൻമെൻറ്റ് എടുക്കാൻ അപ്ലൈ ചെയ്ത് നോക്കുമോ, ഉറപ്പായിട്ടും കിട്ടും സാർ, ഒന്നും കൂടെ ട്രൈ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പം ട്രൈ ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ, പക്ഷേ അത് അറിയാൻ വേണ്ടിയിട്ട് നല്ല ലേറ്റ് ആവും, നമുക്കത് ട്രൈ ചെയ്ത് എപ്പോഴാണ് കിട്ടുന്നതെന്നൊന്നും അറിയാൻ വയ്യ. അതുകൊണ്ട് ഞാനും അമ്മയും കൂടെ അടുത്തൊരു റൂം എടുത്ത് അങ്ങോട്ടേക്ക് മാറാം, അവിടെ നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി. ഞാനും അമ്മയും ആ മാളിൻ്റെ മുമ്പിൽ നിന്ന് കരയുമോ, ഞങ്ങൾക്ക് എന്താണെന്ന് അറിയില്ല, ഞങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ലാതാണ് ഞങ്ങൾ വന്നത്. മാതാവിൽ ഈശോപ്പിലെ വിശ്വാസത്തിൽ മാത്രമാണ് ഞങ്ങൾ ആ ബാംഗ്ലൂർക്ക് എത്തിയത്. ബാക്കി എല്ലാ മാതാവ് ഈശോപ്പയും തീരുമാനിക്കുന്നത് പോലെ എന്ന് പറഞ്ഞ് റൂം എടുത്തു. ഞങ്ങളവിടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞങ്ങളവിടെ ചെന്നു, ഫ്രഷായി, അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാനും അമ്മയും ജപമാല ചൊല്ലി, ഞങ്ങൾ സായന പ്രാർത്ഥനയും പ്രതീക്ഷണ പ്രാർത്ഥനയും ചൊല്ലി, വിശ്വാസ പ്രമാണം ചൊല്ലി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു 3 മണി സമയമായിരുന്നു. ഒരു 3 മണി സമയത്ത് എന്നെ ഏജൻസിയിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു പൗർണമി അപ്പോയിൻമെൻറ്റ് കിട്ടി, പിറ്റേ ദിവസം 20-ാം തീയതി 4 മണിക്കാണ് പൗർണമിയുടെ അപ്പോയിൻമെൻറ്റ്, നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അത് വേറെ ആരുടെയും കഴിവോ ഒന്നും കൊണ്ടല്ല, അത് മാതാവ് ഈശോപ്പയും തന്നെയാണെന്ന് ഞാൻ ഏജൻസിയോട് തുറന്ന് തന്നെ പറഞ്ഞു. കാര്യം എനിക്ക് പറയേണ്ട കാര്യമുണ്ട്, കാര്യം നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്, അത് മാതാവ് ഈശോപ്പയും തന്നെയാണ്, ഞാൻ ഉറച്ച് തന്നെ വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെ പറഞ്ഞു. 20-ാം തീയതി മാർച്ച് 20-ാം തീയതി ആയിരുന്നു എനിക്ക് VFSCയിൽ അപ്പോയിൻമെൻറ്റ് കിട്ടിയത് 4 മണിക്ക്. അങ്ങനെ അപ്പോയിൻമെൻറ്റ് കഴിഞ്ഞു. അവിടെ കയറിയപ്പോൾ ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു, തൈലം തേച്ച് ഞാൻ കുരിശ് വരച്ച് തേനും കഴിച്ച് ഉപ്പുമായിട്ടാണ് ഞാൻ VFSCയുടെ ഉള്ളിലേക്ക് കയറിയത്. ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു VFSCയുടെ ഉള്ളിലേക്ക് കയറുമ്പോൾ, ഞാൻ കയറിയിട്ടില്ല, എങ്ങനെയാണെന്ന് അറിയില്ല. പക്ഷേ അവിടെ എല്ലാം എന്നെ ഇങ്ങനെ കാണിച്ചു തരുക, നീ ഇതിലേ പോ, ഇതാണ് നിൻ്റെ വഴി, എല്ലാവരും ഓരോരുത്തരും നിന്ന് എന്നോട് പറഞ്ഞു തരുക, ഇതാണ്. ഞാൻ ആ വഴി എല്ലാം പോയി. മാതാവ് ഈശോപ്പയും കറക്റ്റ് സ്ഥലത്ത് തന്നെ എന്നെ കൊണ്ടെത്തിച്ചു. ഞാൻ അവിടെ നോക്കിയപ്പം ഒരുപാട് കൺട്രിയുടെ ഫ്ലാഗ് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, പക്ഷെ ഞാൻ പോണ കൺട്രിയുടെ ഫ്ലാഗ് മാത്രം എനിക്കവിടെ കാണാൻ പറ്റിയില്ല. പക്ഷേ ഞാൻ ആ സമയത്ത് നോക്കിയ സമയത്ത് തന്നെ ഒരു മാഡം എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു ഏത് കൺട്രിയാണെന്ന് ചോദിച്ചു. ഞാൻ ഓസ്ട്രിയ എന്ന് പറഞ്ഞു. ഇവിടെ തന്നെയാണ്, നമുക്കിവിടെ ഇരിക്കുക, ടോക്കൺ വരും, അപ്പോഴത്തേക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞു. അതും എന്നെ വിളിച്ചത് മാതാവാണ്. അവിടെ എൻ്റെ അമ്മയ്ക്ക് മാതാവിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. കാര്യം മാതാവിനെ പോലെ ആരായിരുന്നു എനിക്കവിടെ ഉണ്ടായിരുന്നത്. ഇതുവരെ ഞാൻ ഇങ്ങനെ ഒരാളെടുത്തും ഇത്ര നല്ല രീതിയിൽ ഞാൻ ഇംഗ്ലീഷ് സംസാരിച്ചിട്ടില്ല. എന്നോട് ആ ആൾ പറയുന്നതും എനിക്ക് ഇത്ര നന്നായിട്ട് മനസ്സിലായിട്ടുമില്ല. പക്ഷേ അവിടെ മാതാവ് ഈശോപ്പ ഇടപെട്ടു, എനിക്ക് കൃത്യമായിട്ട് എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തന്നു, എന്താണ് കാര്യമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഇരിക്കുന്ന സമയത്ത് എന്നോട് അവർ പറഞ്ഞു ഓൾറെഡി ഓസ്ട്രിയ മജിസ്ട്രേറ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട് പൗർണമിയുടെ ഇത് ഇച്ചിരി ഡിലേ ആയിരുന്നു, അപ്പോൾ എത്രയും പെട്ടെന്ന് കാര്യം ചെയ്ത് കൊടുക്കണം എന്നുള്ളതിൽ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഞാനത് കണ്ടിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഇറങ്ങി വന്നപ്പോൾ അമ്മ ഉണ്ടായിരുന്നു എൻ്റെ കൂടെ. അപ്പോൾ ഞാൻ അങ്ങോട്ട് കയറിപ്പോയത് ഭയങ്കര ടെൻഷനിലാണ്. അപ്പോൾ തിരിച്ചു വന്നപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ ഭയങ്കരമായിട്ട് സന്തോഷിച്ച് ചിരിച്ച് ഇതായിട്ടാണ് ഞാൻ അമ്മയുടെ അടുത്തേക്ക് ഓടി വന്നത്. അപ്പോൾ അത് കണ്ടപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷം. അപ്പോൾ അമ്മ എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ ഇങ്ങനെ ഒരു കാര്യമുണ്ട്, മജിസ്ട്രേറ്റിൻ്റെ മെയിലിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ നോക്കിയപ്പം മെയിലൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല, അതിനെപ്പറ്റിയിട്ട് ഒന്നുമേ മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പോഴത്തേക്ക് അവർ പറഞ്ഞു കറക്റ്റ് സമയത്ത് തന്നെ പൗർണമിയുടെ പാസ്പോർട്ട് വരുമെന്ന് പറഞ്ഞു. പക്ഷേ അതൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല. അങ്ങനെ ഞാൻ VFSCയിൽ വിസയ്ക്ക് വെച്ചു. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നു, പ്രാർത്ഥനയിൽ തന്നെയായിരുന്നു ഞാൻ. അത് കഴിഞ്ഞിട്ട് എനിക്ക് 26-ാം തീയതി എനിക്ക് വിസ ഡിസ്പാച്ച്
ഡിസ്പാച്ച് ആയെന്ന് മെയിൽ വന്നു. അതിന് മുന്നേ ഒന്നും പ്രോസസ്സിംഗ് എന്നേ ഉള്ളായിരുന്നു. പക്ഷേ വിസ ഡിസ്പാച്ച് ആയെന്നൊന്നും മെയിൽ വന്നിട്ടില്ല. കാര്യം വിസയ്ക്ക് വെക്കുന്നതിന് മുന്നേ ടിക്കറ്റ് എടുത്തിട്ട് വേണം നമുക്ക് വിസയ്ക്ക് വെക്കാൻ. അപ്പം 26-ാം തീയതി ഡിസ്പാച്ച് ആയെന്ന് മെയിൽ വന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നലെ കഴിഞ്ഞു, ഇന്ന് രാവിലെയെങ്കിലും എൻ്റെ വിസ എൻ്റെ കയ്യിൽ കിട്ടും എന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ എൻ്റെ വിസ എൻ്റെ കയ്യിൽ കിട്ടിയില്ല. അങ്ങനെ ഇരിക്കെ ഞാൻ രാവിലെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം അവിടെ വിളിച്ചപ്പോൾ പറഞ്ഞു, ഇന്നത്തെ കൊറിയർ എല്ലാം ഔട്ടായി, ഇനി കൊറിയർ ഒന്നും വരാനില്ല പൗർണമി, മിക്കവാറും തിങ്കളാഴ്ചത്തേക്കായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, മോൾ വിഷമിക്കേണ്ട, നമുക്കിപ്പോൾ തന്നെ കൃപാസനത്തിൽ പോവാം, മാതാവിൻ്റെ അടുത്തേക്ക് വരുന്ന സമയത്ത് തന്നെ നിൻ്റെ വിസ ഡിസ്പാച്ചായി നമുക്ക് കിട്ടും എന്നുള്ളത് നിൻ്റെ അടുത്ത് വിളിച്ച് പറയും, നീ അതോർത്ത് വിഷമിക്കേണ്ട എന്ന് പറഞ്ഞു. ഞങ്ങൾ ആ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് തന്നെ ഞങ്ങൾ ബസ്സിൽ കയറി ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് കൃപാസനം എത്താറാവുന്നതിന് കുറച്ച് മുന്നേ ഒരു 3 മണി സമയം ആയപ്പോഴത്തേക്ക് എനിക്ക് ഫോൺ വന്നു, പൗർണമി വിസ വന്നിട്ടുണ്ട്, വിസ ട്രിവാൻഡ്രത്തേക്ക് ഇതായിട്ടുണ്ട്, പൗർണമി കളക്ട് ചെയ്താൽ മതി, നാളെ മാർച്ച് 29-ന് ഞാൻ ഓസ്ട്രിയയ്ക്ക് പോവാണ്. ഇത്രയും നന്ന അമ്മ മാതാവിനെ വിശ്വസിപ്പിക്ക് ഞാൻ 1000 നന്ദി പറയുന്നു. പിന്നെ ആത്മീയമായി എനിക്ക് ഒരുപാട് വളരാൻ പറ്റി. കാര്യം ഞാൻ ഒരുപാട് ദേഷ്യം ഉള്ള ഒരാളാണ്. പക്ഷെ എൻ്റെ ദേഷ്യം എല്ലാം കുറച്ച് എനിക്ക് എല്ലാവരോടും സന്തോഷത്തോടെയും സമാധാനത്തോടെയും പെരുമാറാനുള്ള അനുഗ്രഹം തന്നു. അതേപോലെ തന്നെ ഞാൻ ഒരിടത്തേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എവിടെ പോയാലും ഞാൻ ഒരു വെള്ളം കുടിക്കാതെ പോലും തിരിച്ച് വീട്ടിലേക്ക് വരാത്ത ഒരാളാണ്. പക്ഷേ ഒരു കടയിൽ കയറി, പക്ഷേ എനിക്കിപ്പോൾ ഞാനൊരു വെള്ളം കുടിക്കാൻ പോകുമ്പം എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരും, ഞാൻ വെള്ളം കുടിച്ചാൽ ബാക്കിയുള്ളവരെല്ലാവരും വെള്ളം കുടിക്കാതെ എത്രയോ പേര് റോഡരികിലും കാര്യങ്ങളും ഇരിക്കുന്നു, അവർക്ക് ഫുഡ് മേടിച്ച് അല്ലെങ്കിൽ അവർക്കൊരു ഇത് മേടിച്ച് കൊടുക്കാതെ ഞാൻ ഒരു സ്ഥലത്തൊന്നും വെള്ളം കുടിക്കാറില്ല. അതിൽ എന്നെ മാതാവ് ഈശോപ്പയും വളർത്തി. അതേപോലെ കാരുണ്യ പ്രവർത്തനം ചെയ്യാനുണ്ട്. ഞാനും എൻ്റെ അമ്മയും ആഴ്ചയിൽ എല്ലാവർക്കും ഫുഡ് കൊണ്ട് കൊടുക്കാറുണ്ട്. അതേപോലെ മാതാവിന് ഈശോപ്പയോട് ഞാൻ നേർന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് RP അപ്രൂവൽ കിട്ടി പിറ്റേന്ന് തന്നെ ഞാൻ 33 പേർക്ക് എൻ്റെ കൈ കൊണ്ട് തന്നെ ഫുഡ് ഉണ്ടാക്കി ഞാൻ എല്ലാവർക്കും പാവപ്പെട്ടവർക്ക് ഞാൻ കൊടുക്കുമെന്നുള്ളത്. പക്ഷേ 18-ാം തീയതി എനിക്ക് പറ്റിയില്ല. ഞാൻ 18-ാം തീയതി തന്നെയാണ് വിസയ്ക്ക് വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ 21-ാം തീയതി രാവിലെയാണ് ഞാൻ തിരിച്ച് കൊല്ലത്തെത്തിയത്. അമ്മ തന്നെ ഉച്ച കഴിഞ്ഞ് ഞാൻ എൻ്റെ കൈ കൊണ്ട് ഫുഡ് ഉണ്ടാക്കി ഞാൻ 33 പേർക്കുള്ള ഫുഡ് ഞാൻ ഹോസ്പിറ്റലിലും വഴിയരികിലും എല്ലാം ഞാൻ കൊണ്ടു കൊടുത്തു. കാരുണ്യ പ്രവർത്തനം ചെയ്യാറുണ്ട്. പിന്നെ ഞാൻ സാക്ഷ്യം കേൾക്കാറുണ്ട്, സാക്ഷ്യം എല്ലാവർക്കും ഷെയർ ചെയ്യാറുണ്ട്, പത്രം കൊടുക്കാറുണ്ട്. അതേപോലെ തന്നെ ധ്യാനം കൂടി എല്ലാവർക്കും ഷെയർ ചെയ്യാറുണ്ട്, സ്റ്റാറ്റസ് ഇടാറുണ്ട്, പ്രതീക്ഷണ പ്രാർത്ഥന, സായന പ്രാർത്ഥന എല്ലാം ഞാൻ ചെല്ലാറുണ്ട്. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം, എൻ്റെ അമ്മ എനിക്ക് എൻ്റെ ജീവിതത്തിൽ തന്ന ഏറ്റവും വലിയ ഗിഫ്റ്റാണ് കൃപാസന മാതാവ്. അത് ഒരിക്കലും ഞാൻ പറയാതിരിക്കത്തില്ല, എല്ലായിടവും ഞാൻ പറയും. എൻ്റെ അമ്മ മാതാവ് തന്നതാണ് എൻ്റെ അമ്മ തന്നതാണ് എൻ്റെ അമ്മ മാതാവിനെ. അത് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. അമ്മ മാതാവ് ഈശോപ്പയെ നൽകിയ അനുഗ്രഹങ്ങൾക്കെല്ലാം ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയുന്നു. നിൻ്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും. നീതിമാൻ കുലുങ്ങാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല. സങ്കീർത്തനം 55:22 വചനമാണ്. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ധ്യാനത്തിൽ കൂടെ ഇങ്ങനെ പറയുന്നു, വിദേശ വിദ്യാഭ്യാസത്തിന് തടസ്സമുള്ളവർക്ക് വേണ്ടിയിട്ട് ആ തടസ്സം മാറ്റി കൊടുക്കുന്നു. ഓരോ കാര്യവും അവൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുകയാണ്. അച്ഛൻ പറഞ്ഞപ്പോഴും ഈശോയിലും അമ്മയിലും കൂടുതൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെയാണ് മെഴുകുതിരിയിൽ 7 എന്ന നമ്പർ എന്നെ കാണിച്ചായിരുന്നു, മൊബൈലിൽ വന്നിരുന്നു. ആ നമ്പർ വെളിപ്പെടുത്തി കൊടുത്തതും 17-ാം തീയതിയാണ്. തിരിയിൽ 7 എന്ന് വെളിപ്പെടുത്തിയപ്പോഴോ ഈ മകൾ വിശ്വസിക്കുകയാണ്, അമ്മയുടെ ദിവസമാണ്. പിന്നീടുള്ള ആ 7-ാം തീയതിയിലുള്ള 7 ദിവസം കഴിഞ്ഞപ്പോഴാണ് RP അപ്രൂവലായത്. പിന്നെ ഓരോ കാര്യങ്ങളും ചൊവ്വാഴ്ചയിലാണ് നടന്നതെന്നാണ് ഈ മകൾ പറയുന്നത്. ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുന്ന ഈ മകളുടെ ജീവിതത്തിൽ എപ്പോഴും ഈശോയും അമ്മയും കൂടെയുണ്ട്. അച്ഛൻ്റെ ടോക്കിൽ കൂടെയും എഴുതിൽ കൂടെയും മറ്റു വ്യക്തികളിൽ കൂടെയുമാണ് മാതാവിൻ്റെ ഈശോയുടെ സാന്നിധ്യം ഈ മകൾ അടുത്തറിഞ്ഞത്. നമ്മുടെ ജീവിതത്തിലും ഉടമ്പടിയിൽ നമുക്കൊരു പൂർണ്ണ സുരക്ഷിതയാണുള്ളത്. ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മെ താങ്ങി നിർത്തുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. നമ്മുടെ ഭാരങ്ങളെല്ലാം കർത്താവിനെ ഏൽപ്പിക്കാം, അവിടുന്ന് നമ്മെ താങ്ങിക്കൊള്ളും. പരിശുദ്ധ അമ്മയുടെ സംരക്ഷണമാണ് നമ്മുടെ കൂടെയുള്ളത്. കൃപാസന പ്രാർത്ഥനയിലൂടെയും ജപമാലയിലൂടെയും വായനയിലൂടെയും ശുശ്രൂഷയിലൂടെയും ഒക്കെ നമ്മുടെ വിശ്വാസം നമുക്ക് ശക്തിപ്പെടുത്താം. അങ്ങനെ നമ്മുടെ ജീവിതത്തിലും കുലുങ്ങാത്ത ആ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഈ മകൾ പറഞ്ഞതുപോലെ അച്ഛനെപ്പോഴും പറയും, വിശേഷവിധിയായിട്ട് നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന്, ദൈവത്തോടുള്ള സ്നേഹം നമ്മളെങ്ങനെ കാണിക്കുന്നു എന്ന്. ഈ മകൾ പറഞ്ഞതുപോലെ ഓരോ കാര്യത്തിലും ഞാൻ വെള്ളം കുടിക്കുന്നതിന് മുമ്പ് മറ്റുള്ളവർ വെള്ളം കുടിക്കാൻ ആരെങ്കിലും ഉണ്ടോ, അവർക്ക് ആഹാരം ഉണ്ടോ എന്നുള്ളൊരു കരുണയാണ് മനസ്സിൽ വരുന്നത്. ഇത് ഉടമ്പടി മക്കളെ മാത്രം മറ്റുള്ള മക്കളിൽ നിന്ന് വ്യത്യസ്തരാക്കുന്നതാണ്. ആ കാരുണ്യവും ആ സ്നേഹവും മറ്റ് മനുഷ്യരോടുള്ള ആ സ്നേഹവും മറ്റുള്ളവർക്ക് വേണ്ടി പൊതിച്ചോറുണ്ടാക്കി കൊടുക്കുവാനുള്ള ആ സന്മനസ്, ആ സ്നേഹം, ആ ദയ, അതെല്ലാം ഉടമ്പടി മക്കൾക്ക് മാത്രമുള്ളതാണ്. നമ്മുടെ ജീവിതത്തിലും കൂടുതൽ കരുണയോടെ ദൈവത്തിൻ്റെ പരിപാലനം അടുത്തറിയാനായിട്ട് നമുക്ക് സാധിക്കുവാനും മറ്റുള്ളവർക്ക് ആ സ്നേഹം പങ്കുവയ്ക്കുവാനും നമ്മൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും, പൗർണമി നാളെയാണ്, ഇന്നാണ് ടിക്കറ്റ് വന്നത്. പൂർണ്ണ വിശ്വാസത്തോടെയാണ് ഇന്ന് വരുന്നത്. വഴിയിൽ അമ്മയ്ക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്, കൃപാസന അമ്മ നമുക്കിത് തരുമെന്ന പൂർണ്ണ വിശ്വാസം. കാരണം ടിക്കറ്റ് എടുത്തേക്കാൻ നാളത്തേനാണ്. നോക്കിക്കേ, മഴ വരുമ്പോൾ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ കുടയുമായിട്ട് പോകുന്നത് പോലെ നാളത്തേനുള്ള ടിക്കറ്റ് എടുത്തിട്ട് വിസ വന്നിട്ടില്ല, നമുക്ക് പോകാം, പരിശുദ്ധ അമ്മയുടെ കൃപാസന അമ്മയുടെ ആലയത്തിലേക്ക് പോകാം, പോകുന്ന വഴിക്ക് നമുക്ക് വിസ വരും
എന്ന പൂർണ്ണ വിശ്വാസം. ഇതാണ് വിശ്വാസം, ഉടമ്പടി വിശ്വാസം, ഉടമ്പടി മക്കളുടെ വിശ്വാസം. ആ പൂർണ്ണ വിശ്വാസത്തോടെ പോകുന്ന വഴിക്കാണ് ടിക്കറ്റ് വരികയും വിസ എല്ലാം റെഡിയാവുകയും നാളത്തേന് ഈ മകൾക്ക് പോകേണ്ടതാണ്. ആ മകൾ പരിശുദ്ധ അമ്മയോട് നന്ദി പറയാനും മറന്നില്ല. ഇതാണ് ക്രൈസ്തവ മക്കളുടെ സ്നേഹം, കൃപാസന അമ്മയോടുള്ള സ്നേഹം. നമുക്കും ആ സ്നേഹം അനുഭവിക്കാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.